അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയത് അവരുടെ ബോധത്തിലാക്കി തരട്ടെ. പരിശുദ്ധമായിരിക്കുന്ന റമദാനിന്റെ ദിനരാത്രികൾ പരമാവധി ഉപയോഗപ്പെടുത്താനും റമദാൻ നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോഴേക്ക് നമ്മുടെ പാപങ്ങളൊക്കെ വിട്ടുപുറത്തി മാപ്പാക്കപ്പെട്ട രീതിയിൽ റമദാനിനെ യാത്രയാക്കാനുമുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായിരിക്കുന്ന റമദാനിനെ സംബന്ധിച്ചും റമദാനിൻ്റെ ദിനങ്ങൾക്കും രാത്രികൾക്കും മറ്റു മാസങ്ങളെക്കാളുള്ള പ്രത്യേകതയെക്കുറിച്ചുമൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ആ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ നമ്മുടെ അമലുകളെ ചിട്ടപ്പെടുത്താനും കൂടുതൽ അമലുകൾ ചെയ്യാൻ സന്നദ്ധരാവുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. പക്ഷേ ഇത്തരത്തിലുള്ള അമലുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അവൻ പൊരുത്തപ്പെടുന്ന രീതിയിൽ നമ്മുടെ അമലുകൾ ചിട്ടപ്പെടുത്താനും നമ്മുടെ പ്രവർത്തനങ്ങളിൽ കളങ്കം വന്നു ചേരുന്നതിനെ തൊട്ട് കാത്തു രക്ഷിക്കുകയും നമ്മുടെ ജീവിതം അല്ലാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ ചിട്ടപ്പെടുത്തുകയും ചെയ്യുക എന്നത് അമല് കൂടുതൽ ചെയ്യുന്നതിനേക്കാളേറെ പ്രധാനപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായിരിക്കുന്ന ഖുർആനിലൂടെയും തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അധ്യാപനങ്ങളിലൂടെയും ഇക്കാര്യം നമുക്ക് വളരെ വിശദമായി തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകളോ ആരെയെങ്കിലും ബോധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളോ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. അല്ലാഹുവിന് ആവശ്യമുള്ളത് നിഷ്കളങ്കമായിക്കൊണ്ട് അവനിലേക്ക് മനസ്സറിഞ്ഞ് അർപ്പിച്ചുകൊണ്ടുള്ള ആരാധനകൾക്ക് മാത്രമേ അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യതയുള്ളൂ. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാഅ വയുഖീമുസ് സ്വലാത്ത വയുഅ്തുസ് സകാത്ത വദാലിക ദീനുൽ ഖയ്യിമ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിച്ചു തരുന്നത് ഏതാണ് ചൊവ്വായ മതം. ചൊവ്വായ മതം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഒരു വിശ്വാസി ഏത് രീതിയിലാണ് അവൻ്റെ അമലുകളെ തൃപ്തിപ്പെടുത്തേണ്ടത്, ചിട്ടപ്പെടുത്തേണ്ടത്. അല്ലാഹു പറയുകയാണ്, വമാ ഉമിറു, അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഖാലിസീങ്ങളായിക്കൊണ്ട് നിഷ്കളങ്കരായിക്കൊണ്ട് ആരാധനകൾ നിർവഹിക്കാനല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇഖ്ലാസ് ഇല്ലാത്ത അമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഖ്ലാസ് ഇല്ലാത്ത അമൽ എന്ന് പറഞ്ഞാൽ അവരതുകൊണ്ടുള്ള ഉദ്ദേശം ഭൗതികപരമായ ബാക്കി വല്ല നേട്ടങ്ങളോ ഉദ്ദേശങ്ങളോ ആയിരിക്കും എന്നുള്ളതാണ്. നോമ്പ് നോക്കുക, എന്തിനാണ് നോമ്പ് നോക്കുന്നത്? അവൻ്റെ ആരോഗ്യമൊന്ന് മെച്ചപ്പെടണം, അവൻ്റെ തടിയൊന്ന് ഉറക്കണം. ഇതാണെങ്കിൽ അത് ഇഖ്ലാസ് ഇല്ലാത്ത നോമ്പാണ്. അതല്ല, എന്തിനാണ് അവൻ നിസ്കരിക്കുന്നത്? ഇപ്പം നിസ്കരിക്കാൻ പോയിട്ടില്ലെങ്കിൽ ആളുകൾ എന്താണ് കരുതുക? അതിൻ്റെ ഭാരവാഹിയും ഇതിലൊക്കെ നാട്ടിലൊക്കെ ഇടപെടുന്ന ആളല്ലേ. അങ്ങനെ കരുതിയാൽ അത് ഇഖ്ലാസ് ഇല്ലാത്ത പ്രവർത്തനം. അപ്പോൾ ജനങ്ങൾ കാണുകയും ആ കാണുന്നതിൻ്റെ പ്രശംസക്കനുസരിച്ച് നമ്മുടെ അമലുകളുടെ വലിപ്പം കൂട്ടുകയും എന്നാൽ ജനങ്ങളില്ലാതിരിക്കുന്ന സമയത്ത് നമ്മുടെ അമലിൻ്റെ വലിപ്പം കുറക്കുകയും ചെയ്യുന്നുണ്ടോ? നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. മഹാരഥന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ അമലുകളിൽ ഇഖ്ലാസ് ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കാൻ പറ്റും. എങ്ങനെ പരിശോധിച്ച് നോക്കുക? അതിനുള്ള മാർഗ്ഗമാണ് പറയുന്നത്. ആളുകൾക്കിടയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ നിസ്കാരത്തിന് ഭക്തി, ഒരു നിസ്കാരമൊക്കെ 5 മിനിറ്റ് 6 മിനിറ്റ്, കാരണം സദസ്സിലാണുള്ളത്. എന്നാൽ കുടിയിൽ ആരുമില്ല, റൂമിൻ്റെ ഉള്ളിലാണെങ്കിൽ 2 മിനിറ്റ് കൊണ്ടൊക്കെ കഴിഞ്ഞു. ഈ രീതിയിൽ നമ്മുടെ അമലുകൾ മാറുന്നുണ്ടോ? അത് ഇഖ്ലാസിന് എതിരാണ്. നമ്മുടെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന സന്ദർഭമാണത്. നോമ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? നിസ്കാരത്തിലും മറ്റു അമലുകളിലുമൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആളുകൾ കാണാൻ വേണ്ടി എന്നുള്ള ഒരു ചിന്ത കടന്നു വരാൻ സാധ്യത ഉണ്ടെങ്കിൽ നോമ്പിനത് വളരെ കുറവാണ്. എന്താ നോമ്പിൻ്റെ പ്രത്യേകത? ഒരാൾ പട്ടിണി കിടക്കുകയാണല്ലോ, അവൻ പട്ടിണി കിടക്കുന്നുണ്ട് എന്നുള്ളത് അവന് മാത്രമേ അറിയുള്ളൂ. നിസ്കരിക്കണത് അങ്ങനെയല്ല. എന്താ നിസ്കരിക്കണത്? അവൻ ചിലപ്പോൾ മറ്റുള്ള ആളുകൾ കാണാനൊക്കെ സാധ്യത, ഇപ്പോൾ പള്ളിക്കൊക്കെയാണ് നിസ്കരിക്കണതെങ്കിൽ ആളുകൾ കാണാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കുമ്പോൾ നമ്മൾ അറിയിച്ചു കൊണ്ട് കൊടുക്കണമെന്നാണല്ലോ. അപ്പോൾ ആളുകൾ കാണാൻ വേണ്ടി അതിലൂടെ സാധ്യതയുണ്ട്. ഹജ്ജിൽ അങ്ങനെയുണ്ട്. ബാക്കിയുള്ള ഇസ്ലാമിൻ്റെ അമലുകളിലൊക്കെ അങ്ങനെ ഉണ്ടാകുമ്പോൾ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം നോമ്പിൽ അങ്ങനെയില്ല എന്ന് പറഞ്ഞാൽ
നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ നമ്മുടെ അമലുകളിൽ ഇഖ്ലാസ് കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ സഹായകമായിരിക്കുന്ന അമലാണ് പരിശുദ്ധമായിരിക്കുന്ന നോമ്പ്. അപ്പോൾ ഇന്ന് മുതൽ ഈ ഒരു റമദാൻ മുതൽ നമ്മുടെ അമലുകളിൽ പരമാവധി ഇഖ്ലാസിനെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായിരിക്കുന്ന അബൂ ഹബീബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ധാരാളം ആരാധനകൾ നിർവഹിച്ച ഒരാളുടെ അമലുകൾ, അതായത് ദുനിയാവിൽ അയാൾ ഒരുപാട് അമലുകൾ, ഏതു നേരം പള്ളിയിൽ ഖുർആൻ പാരായണം, അങ്ങനെയുള്ള സമൂഹത്തിലെ നന്മകളായിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതിലൊക്കെ സജീവമായിരുന്ന ഒരാളുടെ അമലുകളുമായിട്ട് മലക്കുകൾ വലിയ ആദരവോടുകൂടെയും വലിയ ബഹുമാനത്തോടുകൂടെയും അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് ഇങ്ങനെ ഉയർത്തും. വലിയ ദുനിയാവിൽ നാട്ടിൽ നല്ല അറിയപ്പെട്ടൊരു ആബിദായിരുന്നു അയാൾ. അപ്പോൾ സ്വാഭാവികമായും മലക്കുകൾ ആ ഒരു ബഹുമാനത്തോടു കൂടി അയാളുടെ അമലുകൾ അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തുമെന്നാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുമെന്നാണ്, നിങ്ങൾ എൻ്റെ അടിമയുടെ അമലുകൾ സംരക്ഷിക്കുന്നവരാണ് അല്ലേ, ഓക്കെ, നല്ല രീതിയിൽ അവൻ്റെ അമലുകളൊക്കെ സംരക്ഷിച്ച് എൻ്റെ അടുത്ത് കൊണ്ടുവരികയാണ്. പക്ഷേ ഞാൻ അവരുടെ ഹൃദയം നിരീക്ഷിക്കുന്നവനാണ്. അവൻ്റെ അമലിൽ ഇഖ്ലാസ് ഇല്ലാത്തത് കാരണത്താൽ, വലിയ ആബിദായിട്ട് അവൻ ജീവിച്ച ആളാണല്ലോ, പക്ഷേ ഇഖ്ലാസ് ഇല്ല എന്ന കാരണത്താൽ ആ അമലുകളെ സിജ്ജീനിൽ രേഖപ്പെടുത്തുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും എന്നാണ്. ഞാൻ പറഞ്ഞത് കാട്ടിക്കൂട്ടലുകളിലല്ല കാര്യം, ചെയ്യുന്നത് അല്പമാണെങ്കിലും അതിൽ ഇഖ്ലാസിലാണ് കാര്യം. അതേ സന്ദർഭത്തിൽ മലക്കുകൾ ദുനിയാവിൽ വലിയ അമലുകളൊന്നും ചെയ്തിട്ടില്ല, കാര്യമായ ഫർളുകളൊക്കെ നിർവഹിക്കും, സുന്നത്തുകളൊക്കെ ആവശ്യത്തിന് നിർവഹിക്കും, പക്ഷെ ചെയ്യുന്നത് വളരെ ഇഖ്ലാസോടുകൂടി അമൽ ചെയ്യുന്ന ഒരാളായിരുന്നു അയാൾ ചെയ്യുന്ന അമലുകളുടെ വലിപ്പത്തിൻ്റെ കുറവ് കണ്ടുകൊണ്ട് ലാഘവത്തോടുകൂടി മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അയാളുടെ അമലുകൾ ഉയർത്തുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്, നിങ്ങൾ ഗൗനിക്കാതെ അമൽ കൊണ്ടുവന്നല്ലോ, സംരക്ഷിക്കാതെ അമലുകൾ കൊണ്ടുവന്നല്ലോ. എന്നാൽ അദ്ദേഹം അയാളുടെ അമലുകളൊക്കെ ചെയ്തത് ഇഖ്ലാസോടുകൂടിയാണ്, അതുകൊണ്ട് അയാളുടെ അമലുകളെ നിങ്ങൾ ഇല്ലിയീനിൽ രേഖപ്പെടുത്തുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പോൾ നോക്കൂ, അമലുകളുടെ വലിപ്പമോ ഇബാദത്തുകളുടെ എണ്ണമോ ഒന്നുമല്ല നമ്മുടെ മാനദണ്ഡം, മറിച്ച് ചെയ്യുന്ന അമലുകളിൽ നമുക്ക് ഇഖ്ലാസ് ഉണ്ടോ ഇല്ലയോ എന്നതാണ് മാനദണ്ഡം. അത് ഉണ്ടാക്കിയെടുക്കാൻ പരിശുദ്ധമായിരിക്കുന്ന ഈ റമദാനിൽ നമ്മൾ വളരെ 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 ശ്രദ്ധിക്കണം. കാരണം ഏതായാലും നമ്മളിതിന് മുന്നിട്ട് ഇറങ്ങി നമ്മൾ അമൽ ചെയ്യുകയാണ്, നമ്മൾ എല്ലാം അല്ലാഹു തആലാക്ക് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുകയാണ്. അത് അല്ലാഹു തആലാക്ക് തന്നെ വേണ്ടിയാവണം. നമ്മൾ നിസ്കരിക്കുമ്പോൾ പറയും, ഇന്ന സ്വലാത്തി വ നുസുകി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എൻ്റെ നിസ്കാരവും എൻ്റെ ജീവിതവും എൻ്റെ മരണവും മറ്റ് ആരാധനാ കർമ്മങ്ങളൊക്കെ അല്ലാഹുക്കുള്ളതാണ് എന്ന് നമ്മൾ പറയും. മഹാനായിരിക്കുന്ന ഇമാം ഇഹ്യാ ഉലൂമുദ്ദീനിൽ മഹാനായിരിക്കുന്ന ഇമാം ഗസ്സാലി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, അങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മൾ കളവ് പറയുന്നവരായിത്തീരുന്നുണ്ടോ എന്ന് നമ്മൾ പേടിക്കണം. കാരണം എൻ്റെ ജീവിതം എൻ്റെ മരണമൊക്കെ അല്ലാഹുക്കാണ്, അങ്ങനെയാണോ നമ്മുടെ ജീവിതം ഉള്ളത്? അല്ല, ഭൂരിഭാഗം ആളുകളുടെയും അല്ല. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അത് ലില്ലാഹി അള്ളാഹുവിന് വേണ്ടി തന്നെയാകണം. നമ്മൾ നോമ്പെടുക്കുമ്പോൾ നിയ്യത്ത് വെക്കാർ എന്താണുള്ളത്? അല്ലാഹു തആലാക്ക് വേണ്ടി നോറ്റ് വീട്ടുവാൻ ഞാൻ കരുതി. അപ്പോൾ അല്ലാഹു തആലാക്ക് വേണ്ടിയായിരിക്കണം. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനോ തടിയൊന്ന് കുറക്കാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ പെരയിലൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു രസത്തിൽ അങ്ങനെ നോക്കാനോ ഇങ്ങനെയൊന്നും അല്ല, അല്ലാഹു തആലാക്ക് വേണ്ടിയായിരിക്കണം എന്നതാണ്. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ മഹാനായിരിക്കുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം ഉണ്ടല്ലോ. അദ്ദേഹം യുദ്ധത്തിൻ്റെ രണാങ്കളത്തിൽ പടപൊരുതി ശത്രുവിനെ, ഘോരമായ വളരെ ശക്തനായ ഒരു ശത്രുവിനോട് പടപൊരുതി. ഒരു വേള ചുറ്റു നിൽക്കുന്ന ആളുകളൊക്കെ ധരിച്ചുപോയി അലി റളിയല്ലാഹു അൻഹുവിനെ ഒത്ത ഒരു ശത്രുവാണ്, വളരെ പരിക്കുകൾ ഏൽപ്പിച്ചു മഹാനായ അലിയാർ തങ്ങൾക്ക്. അങ്ങനെ ഘോരമായ പോരാട്ടത്തിനൊടുവിൽ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ട് വധിക്കാൻ വേണ്ടി വാള് ഊരിയ സമയത്ത് ആ ശത്രു മഹാനായിരിക്കുന്ന അലിയാർ തങ്ങളുടെ മുഖത്തേക്ക് തുപ്പി എന്നാണ്. ഇത് തുപ്പിയ മാത്രയിൽ മഹാനായിരിക്കുന്ന അലിയാർ തങ്ങൾ അവിടുന്ന് എഴുന്നേറ്റ് പോയി എന്നാണ്. ഓങ്ങിയ വാൾ തിരിച്ച് ഉറയിലേക്കിട്ട് അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. സ്വാഭാവികമായി ചുറ്റും നിൽക്കുന്ന ആളുകളൊക്കെ എന്താ അദ്ദേഹം കാട്ടി, ഇത്രയും നല്ലൊരു ചാൻസ് കിട്ടിയിട്ട്, ഇത്രയും വലിയ പരിക്കേൽപ്പിച്ചിട്ട്, ഇത്രയും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയ ശത്രുവിനെ നേരിൽ കയ്യിൽ കിട്ടിയിട്ട് ഒഴിവാക്കി വിട്ടോ, അതും ലാസ്റ്റ് തുപ്പും കൂടിയും ചെയ്തു മോത്തക്ക്. സ്വാഭാവികമായും
ചുറ്റും നിൽക്കുന്ന സ്വഹാബത്തിന് ഒരു സംശയമുണ്ടായപ്പോൾ മഹാനായിരിക്കുന്ന അലിയാർ തങ്ങൾ പറഞ്ഞു, ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ ഘോരമായ പ്രതിരോധം ഞാൻ ഏർപ്പെടുത്തിയത്? ലിതകൂന കലിമത്തുല്ലാഹിൽ ഉലിയ, അല്ലാഹുവിൻ്റെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഉയർന്നു നിൽക്കാൻ വേണ്ടിയാണ്. എൻ്റെ നിയ്യത്ത് അതാണ്. ഇയാൾ തുപ്പിയപ്പോൾ ഞാൻ അയാളെ തിരിച്ച് അപ്പോൾ തന്നെ ഞാൻ അയാളെ എന്തെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ അത് ഒരു പക്ഷേ ഞാൻ തുപ്പിയതിൻ്റെ ദേഷ്യത്തിന് ഒന്നതാണ് എന്ന് തോന്നിപ്പോകുമോ? എൻ്റെ നിയ്യത്തിൽ ഭംഗം വന്നു പോകുമോ? അല്ലാഹുവിൻ്റെ കലിമത്ത് ഉയർത്തി കാണിക്കുക എന്ന എൻ്റെ യഥാർത്ഥ നിയ്യത്തിൽ നിന്ന് വ്യതിചരിച്ചുകൊണ്ട് അയാളോടുള്ള പ്രതികാരം കൊണ്ട് ഞാനത് ചെയ്തു പോയതാകുമോ എന്ന എൻ്റെ നിയ്യത്തിലുള്ള വ്യത്യാസം വരുമോ എന്ന് പേടിച്ചതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ എഴുന്നേറ്റ് പോകുന്നതെന്ന് മഹാനവറുകൾ അവിടുന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ ഈമാനിൻ്റെ പവർ എന്താ അല്ലേ? ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും നമ്മളൊക്കെ അത്രയും കിട്ടി, നമ്മൾ അത്രയും ബുദ്ധിമുട്ടി കൊല്ലാനാക്കിയ ഒരാളെ നമ്മുടെ കയ്യിൽ ഒത്തുകിട്ടിയാൽ അല്ലാഹുവിന് ആ സമയത്ത് ഓർക്കാൻ കഴിയുന്നത് അത് മുഅ്മിനീങ്ങളായ ആളുകൾക്ക് മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. മഹാനായിരിക്കുന്ന സബീറുൽ അസ്ബഹി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരിക്കലും മദീനയിലേക്ക് ചെന്നപ്പോൾ ഒരാൾക്ക് ചുറ്റും ജനങ്ങൾ ഇങ്ങനെ ഒത്തുകൂടിയിരിക്കുന്നത് കണ്ടു. അങ്ങനെ ഒത്തുകൂടിയിരിക്കുന്നത് കണ്ടപ്പോൾ മഹാനായിരിക്കുന്ന സബീറുൽ ഇസ്ബഹി റളിയല്ലാഹു അൻഹു ജനങ്ങളോട് ചോദിച്ചു, ആരാണ് അദ്ദേഹം? അദ്ദേഹത്തിനൊക്കെ ചുറ്റുമാളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടുന്ന് പറഞ്ഞു, അത് അദ്ദേഹം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഹദീസുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത ആളാണല്ലോ മഹാനായിരിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൽ നിന്ന് ഇൽമു ശേഖരിക്കുന്നതിന് വേണ്ടിയും അറിവ് സമ്പാദിക്കുന്നതിന് വേണ്ടിയും റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന അവരുടെ ജീവിതത്തിൻ്റെ ഗൃഹാതുരതകൾ നിറഞ്ഞ ഓർമ്മകൾ പങ്കുവെക്കുന്നത് കേൾക്കാൻ വേണ്ടിയും അദ്ദേഹത്തിന് ചുറ്റും ആളുകൾ കൂടിയിരിക്കുകയാണ്, ഹദീസുകൾ പഠിക്കാൻ കൂടിയിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ, ക്ലാസ് കഴിഞ്ഞ ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ചുറ്റും നിന്നും ഒഴിഞ്ഞു പോയ സമയത്ത് മഹാനവറുകൾ പറയുകയാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നുപോയി ഇരുന്ന് പറഞ്ഞു, എനിക്കൊരു ഹദീസ് പറഞ്ഞു തരണം. അദ്ദേഹം പറഞ്ഞു, എന്നോട് ഇരിക്കാൻ ആവശ്യപ്പെട്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, മഹാനായിരിക്കുന്ന അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഞാൻ മാത്രമുള്ള സമയത്ത് എനിക്കൊരു ഹദീസ് അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെ അത് പറയാൻ തുനിഞ്ഞ മാത്രയിൽ മഹാനായിരിക്കുന്ന അബൂ ഹുറൈറ തങ്ങൾ ബോധരഹിതനായി വീണുകയാണ്. വലിയ ഹദീസിൻ്റെ ഗാംഭീര്യം ഉൾക്കൊണ്ടുകൊണ്ട് മഹാനവറുകൾക്ക് ബോധക്ഷയം സംഭവിച്ചു എന്നാണ്. അങ്ങനെ ബോധം തിരിച്ചു വന്ന് മുഖം തടവിയ ശേഷം അദ്ദേഹം പറഞ്ഞു, എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നൊരു ഹദീസ് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ? അങ്ങനെ അദ്ദേഹം അത് പറയുമ്പോൾ വീണ്ടും അദ്ദേഹം ബോധരഹിതനാവുകയാണ്. ഇത്ര ഗൗരവമായ എന്തോ ഒരു വിഷയമാണല്ലോ അദ്ദേഹം പറയാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, അന്ത്യനാളിൽ അല്ലാഹു എല്ലാ സമുദായങ്ങളെയും ഒരുമിച്ച് കൂട്ടും, ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ ആളുകളെയും ഖിയാമത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമല്ലോ. അങ്ങനെ ഒരുമിച്ച് കൂടുന്ന സമയത്ത് അതിൽ നിരവധി ആളുകളുണ്ടാകും. ഖുർആൻ പഠിച്ച ആളുകളുണ്ടാകും, ഹദീസ് പഠിച്ച ആളുകളുണ്ടാകും. അതുപോലെ തന്നെ രക്തസാക്ഷികളായി അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് സംഭവിച്ചുകൊണ്ട് രക്തസാക്ഷികളായ ആളുകളുണ്ടാകും. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഒരുപാട് സമ്പത്ത് സംഭാവനകൾ ചെയ്ത സമ്പന്നരായ ആളുകൾ അക്കൂട്ടത്തിലുണ്ടാകും. അങ്ങനെ ഈ ഖുർആൻ പഠിച്ചവരെയും അതുപോലെ രക്തസാക്ഷികളെയും സമ്പന്നരായ ആളുകളെയും അങ്ങനെ അല്ലാഹുവിൻ്റെ സവിധത്തിൽ ഹാജരാക്കുമെന്നാണ്. അങ്ങനെ ഓരോരുത്തരെയും വിചാരണ ചെയ്യുകയാണ്. ആദ്യമായി പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ മനഃപ്പാഠമാക്കി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അറിവുകളുമായി ബന്ധപ്പെട്ട ആളുകൾ അല്ലാഹുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ചോദിച്ചിട്ട് പറയും, എന്തിനാണ് നിങ്ങൾ പറയുന്നത്? എന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കപ്പെട്ട ഖുർആൻ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്നില്ലേ എന്ന് ചോദിക്കും അയാളോട്. അപ്പോൾ അയാൾ പറയും, അതെ പഠിപ്പിച്ചു തന്നു. അപ്പോൾ അല്ലാഹു ചോദിക്കുമെന്നാണ്, എങ്കിൽ നീ പഠിച്ചതനുസരിച്ച് എന്താണ് പ്രവർത്തിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് ചോദിക്കും. ആ സമയത്ത് അയാൾ പറയുമെന്നാണ്, രാപ്പകലുകളിൽ ഞാനത് പാരായണം ചെയ്തിട്ടുണ്ട്, ആളുകൾക്ക് പാരായണം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇത് കേട്ട മാത്രയിൽ അല്ലാഹു പറയുമെന്നാണ്, നീ പറഞ്ഞത് കളവാ, നീ പാരായണം ചെയ്തത് ഈ വലിയ ഓത്തുകാരനാണെന്ന് നാട്ടുകാരെ കേൾപ്പിക്കാൻ വേണ്ടിയായിരുന്നു. നിന്റെ ഖിറാഅത്തിൻ്റെ മാധുര്യം എങ്ങനെ കണ്ടു, ഓ എന്തോ ഒരു ഓത്താണ് മൂല്യര്, അല്ലെങ്കിൽ എന്തോ ഒരു ഓത്താണ് പണ്ഡിതനെ എന്നാളുകൾ പറയാൻ വേണ്ടിയായിരുന്നു നീ ഖുർആൻ ഓതിയത്. അല്ലെങ്കിൽ നീ ഞാൻ ഈ റമദാനിക്ക് ഇത്ര ഖത്തം തീർത്തു എന്ന് മറ്റുള്ളവരോട് പറഞ്ഞ് മേന്മ നടിക്കാൻ വേണ്ടിയാണ് നീ ഖുർആൻ ഓതിയത്. അതുകൊണ്ട് നീ പറഞ്ഞത് കളവാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖുർആൻ പഠിച്ച ആളോട് പറയുമെന്നാ.
ആ കാര്യം നേടിയല്ലോ, ആൾക്കാരെന്നെ കുറിച്ച് പറഞ്ഞു, അപ്പോൾ അതിൻ്റെ കൂലി അവിടെ കഴിഞ്ഞു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്. ഇതേ പ്രകാരം മുതലാളിയായ സമ്പന്നനായ ഒരാളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, നിനക്ക് ഞാൻ വലിയ സമ്പത്ത് നൽകിയില്ലേ, വലിയ സമ്പത്ത് നൽകി, നീ നടത്തിയ ബിസിനസ്സൊക്കെ വലിയ സക്സസ്സായി, നിനക്ക് നല്ല ശമ്പളമുള്ള ജോലി ഞാൻ എൻ്റെ ഔദാര്യം കൊണ്ട് ഞാൻ നിനക്ക് നൽകുകയുണ്ടായി, നീ എന്താണ് ചെയ്തത് എന്ന് അയാളോട് ചോദിക്കും. മറുപടിയായിട്ട് അയാൾ പറയുമെന്നാണ്, ഞാൻ ദാനധർമ്മം ചെയ്തിട്ടുണ്ട്, എൻ്റെ കുടുംബ ബന്ധം ഞാൻ ചേർത്തിട്ടുണ്ട്, എൻ്റെ കുടുംബത്തിലുള്ള ഓള കല്യാണം ഞാൻ കെട്ടിച്ചയച്ചിട്ടുണ്ട്, എൻ്റെ പെങ്ങൾ അത് ഞാനാണ് നടത്തിയത്, ഇവരത് ഞാനാണ് നടത്തിയത്, പാവപ്പെട്ട ഒരാൾക്കാർ ഞാൻ റമദാൻക്ക് ഇത്ര കിറ്റരി കൊടുത്തിട്ടുണ്ട്, ഇത്ര റിലീഫിലേക്ക് ഞാൻ അത്ര സംഭാവന ചെയ്തിട്ടുണ്ട്, പള്ളിക്കൊക്കെ ഞാനിതൊക്കെ കൊടുത്തിട്ടുണ്ട്, കാർപ്പറ്റിൻ്റെ വകയായിരുന്നു, അതുപോലെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ വകയായിരുന്നു, ഇങ്ങനെ ആൾ പറയുമെന്നാണ്. അങ്ങനെ ദാനധർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നീ ധർമ്മിഷ്ഠനാണെന്ന് പറയാൻ വേണ്ടി ജനങ്ങൾ നിന്നെക്കുറിച്ച്, ഓ മൂപ്പര് വലിയൊരാളാണ്, നമ്മുടെ എന്ത് കാര്യങ്ങൾക്കും സഹകരിക്കുന്ന ആളാണ് എന്ന് ജനങ്ങൾക്കിടയിൽ പറയിപ്പിക്കാൻ വേണ്ടി, ജനങ്ങൾ അംഗീകരിക്കാൻ വേണ്ടിയാണ് നീ അത് ചെയ്തത്. അത് ആൾക്കാർ പറഞ്ഞുകൂടല്ലോ, വലിയ ആളായിരുന്നു, മരിച്ചപ്പോഴും പറഞ്ഞിട്ടാവും, നികത്താൻ കഴിയാത്ത വടവാണ്, നമ്മുടെ എന്ത് കാര്യങ്ങൾക്കും സഹകരിക്കുന്ന ആൾ, ഇതൊക്കെ ആളുകൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അതിൻ്റെ പ്രതിഫലം നിൻ്റെ ലികുല്ലിംറിഇം മാനവ, ഓരോ മനുഷ്യർക്കും അവരെന്താണോ നീയത്ത് കരുതിയത് അതാണ് ഉണ്ടാകുക. നിൻ്റെ നീയത്ത് ഇതായിരുന്നു, അതുകൊണ്ട് അനക്കത് കിട്ടി, അതിനൊന്നുമില്ല. അങ്ങനെ അടുത്തതായി രക്തസാക്ഷിയായ ഒരാളോടും ഇതേപോലെ അല്ലാഹുവിൻ്റെ സവിധത്തിലേക്ക് അയാളെ കൊണ്ടുവരും. അങ്ങനെ ആളോട് ചോദിക്കും, നിനക്ക് വേണ്ട ആരോഗ്യമൊക്കെ ഞാൻ നൽകിയല്ലോ, നീ എന്താണ് എനിക്ക് വേണ്ടി ചെയ്തത്? അല്ലാഹുവിനോട് അയാൾ ഇതേ പ്രകാരം മറുപടി നൽകും, നിൻ്റെ ദീനിനു വേണ്ടി ഞാൻ രക്തസാക്ഷിയായി, നിൻ്റെ മാർഗത്തിൽ ഞാൻ യുദ്ധം ചെയ്തുകൊണ്ട് രക്തസാക്ഷിയായി, പരിശുദ്ധ ദീനിനെ ഇസ്ലാമിനെ തകർക്കാൻ വന്ന ആളുകളെ പ്രതിരോധത്തിൽ ഏർപ്പെടുന്നതിനിടയ്ക്ക് എനിക്ക് എൻ്റെ ജീവഹാനി സംഭവിച്ചു പോയി. അല്ലാഹു പറയുമെന്നാണ്, നീ വലിയ ധീരനാണ്, ഓ ഭയങ്കര ശുജാഇയാണ്, ഭയങ്കര ധീരനാണെന്ന് ആൾക്കാർ പറയാൻ വേണ്ടിയാണ് നീ അത് ചെയ്തത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ, അത് കിട്ടിയിട്ടുണ്ടല്ലോ, ആൾക്കാർ എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തങ്കലിപി, ചരിത്രത്തിൻ്റെ തങ്കലിപികളിൽ ധീരനെന്നും ശൂരനെന്നും വലിയ ഷജാഅത്തിൻ്റെ ആളുമെന്നുമൊക്കെ നിന്നെക്കുറിച്ച് ആളുകൾ എഴുതിയിട്ടുണ്ട്, വലിയ ധൈര്യവാനാണെന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നിനക്കത് ലഭിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഇവിടെ പ്രതിഫലമില്ല. ഇത് പറഞ്ഞുകൊണ്ട് മഹാനായിരിക്കുന്ന അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, ഹബീബായ റസൂലുള്ള എൻ്റെ 2 കാൽമുട്ടുകളിലും അവിടുത്തെ കരങ്ങൾ വെച്ചുകൊണ്ട് പറഞ്ഞു, യോ അബൂ ഹുറൈറ, ഈ 3 പേരെയാണ് നരകത്തിൽ ആദ്യമായി ഇടപെടുന്നതെന്ന് മഹാനായിരിക്കുന്ന അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ വിശ്വാസത്തിൽ ഇഖ്ലാസ് ഇല്ലാതെ പോയാൽ അതിനെയുള്ള ശിർക്ക് എന്ന് പറയാം, അല്ലേ? അള്ളാഹുവിനെ ലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിന് മാത്രമായിട്ട് പങ്കു ചേർക്കാൻ, അള്ളാഹുവിന് മാത്രമായിട്ട് നമ്മൾ ചെയ്യേണ്ട അമലുകളിൽ മറ്റുള്ള ആളുകളെ കൂടി കൂട്ടുന്ന സമയത്ത് എന്താണ് ഉണ്ടാവുക? അതൊരു തരത്തിലുള്ള ശിർക്കല്ലേ? എന്താണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ? അള്ളാഹു അല്ലാത്ത മറ്റാളുകളെ ദൈവമല്ല അള്ളാഹു അല്ലാതെ മറ്റു ആരാധ്യ വസ്തുക്കളുണ്ടെന്ന് കരുതലാണ്. ഇവനെന്താ ചെയ്തത്? അള്ളാഹു അല്ലാത്ത മറ്റു ആളുകൾക്ക് വേണ്ടി അവൻ്റെ അമലുകൾ ആളുകൾ പറയാൻ വേണ്ടി, അല്ലെങ്കിൽ ആളുകൾ അംഗീകരിക്കാൻ വേണ്ടിയൊക്കെ അവൻ ചെയ്ത സമയത്ത് അതാണ് പറഞ്ഞത്, ഉലൈകല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ലന്നാർ. പരിശുദ്ധമായിരിക്കുന്ന ഖുർആനിലൂടെ പറയുന്നുണ്ട്, മൻ കാന യുരീദുൽ ഹയാത്തുദ് ദുനിയാ വസീനതഹാ നുവഫി ഇലൈഹിം അഅമാലഹും. എന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനവറുകൾക്ക് ഓതിക്കൊടുത്തുവെന്നാണ്. മൻ കാന യുരീദുൽ ഹയാത്തുദ് ദുനിയാ, ആരെങ്കിലും ഈ ദുന്യവിയായ ജീവിതം, ഇവിടുത്തെ ജീവിതം മാത്രം ആഗ്രഹിച്ച, എന്നാൽ ഇവിടുത്തെ ജീവിതം വേണ്ടേ? ഇവിടുത്തെ ഇപ്പോൾ ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ ഒന്നും വേണ്ടാന്നാണോ? ഖുർആൻ ഓതണ്ടാന്നാണോ? സമ്പത്ത് സ്വതക്ക ചെയ്യണ്ട എന്നാണോ? അല്ല. പിന്നെ എന്താണ്? ഉദ്ദേശം പൂർത്തിയാക്കണം, ഉദ്ദേശം കറക്റ്റായിരിക്കണം. മനസ്സിലായില്ലേ? അതിൽ പിഴച്ചു കഴിഞ്ഞാൽ എല്ലാം പിഴച്ചു. വമൻ കാന യുരീദുൽ ഹയാത്തദ് ദുനിയാ വസീനതഹാ, ആരെങ്കിലും ദുനിയാവിയായ ജീവിതവും അതിൻ്റെ ഭംഗിയും ആഗ്രഹിച്ചാൽ നുവഫി ഇലൈഹിം അഅമാലഹും ഫിഹാ, അവിടുത്തെ കാര്യങ്ങൾ അവർക്ക് അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കും. പക്ഷേ ഉലൈകല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ലന്നാർ, ആഖിറത്തിൽ അവർക്ക് ചെല്ലുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, നരകം മാത്രമേ ഉണ്ടാവുള്ളൂ. വഹബിത മാ സ്വനഉ ഫിഹാ, അവർ ആ ദുനിയാവിൽ ചെയ്ത അമലുകളൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ടാവും. കാരണം എന്താണ്? ഉദ്ദേശം ശുദ്ധിയായില്ല, ഉദ്ദേശം കറക്റ്റായില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സ്വർഗം കരസ്ഥമാക്കുക, നരകത്തെ തൊട്ട് വിദൂരത്താവുക, ഇതാണ് നമ്മുടെ ഉദ്ദേശം. ആ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യബോധമുള്ള ആളുകളാണ് നമ്മൾ. അതിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ, സ്വർഗത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മുടെ ഉദ്ദേശം പൂർത്തിയായിരിക്കണമെന്നാണ് മഹാനായിരിക്കുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു ഹദീസുണ്ട്.
അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം പടച്ചു, സ്വർഗം ഉണ്ടാക്കി അല്ലാഹു. എന്നാൽ സ്വർഗത്തിനോട് പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ പറയാം, സ്വർഗത്തിനോട് സംസാരിക്കൂ എന്നാവശ്യപ്പെട്ടപ്പോൾ സ്വർഗം 3 പ്രാവശ്യം എന്ന് പറഞ്ഞു. എന്നാണ് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളായ ആളുകൾ ഇതാ വിജയിച്ചിരിക്കുന്നു. പിന്നെയോ ഇന്നി ഹറാമുൻ അലാ കുല്ലി ബഖീലിൻ വ മുനാഫിഖിൻ വ മുറാഇൻ എന്ന് സ്വർഗം വിളിച്ചു പറഞ്ഞു. ഇന്നി മുഹറമുൻ, ഞാൻ ഹറാമാക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ എന്നെ കിട്ടൂല. ആർക്ക്? കുല്ലി ബഖീലി, എല്ലാ പിശുക്കന്മാരായ ആളുകൾക്കും. പിശുക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്ത് ദാനധർമ്മം ചെയ്യാത്ത ആളുകൾ മാത്രമല്ല പിശുക്ക്. ആരാധനകളിൽ പിശുക്കത്തനം കാണിക്കുന്ന ആളുകൾ, സ്നേഹത്തിൽ പിശുക്കത്തനം കാണിക്കുന്ന ആളുകൾ, നന്മയിൽ പിശുക്കത്തനം കാണിക്കുന്ന ആളുകൾ. എന്താണ് മനസ്സ് തുറന്ന് സ്നേഹിച്ച നമ്മുടെ ഭാര്യയെ, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനെ, നമ്മുടെ മക്കളെ, അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട ദീനിയായ രംഗങ്ങളിലുള്ള ആളുകളെയൊക്കെ മനസ്സ് തുറന്ന് സ്നേഹത്തിൽ പിശുക്കത്തരം കാണിക്കുന്ന ആളുകൾ. സമ്പത്തിൽ മാത്രമല്ല പിശുക്കത്തരം എന്നർത്ഥം, എല്ലാ മേഖലയിലും പിശുക്കത്തരമുണ്ട്. അങ്ങനെ നന്മയിൽ പിശുക്കത്തരം കാണിക്കുന്ന ആളുകളെ എന്നെ തൊട്ട് ഹറാമാക്കിയിരിക്കുന്നു. വ മുനാഫിഖിൻ, കപടവിശ്വാസികളായ ആളുകൾ. എന്താ കപടവിശ്വാസികളായ? ലാ ഇലാഹ ഉലാഇ വലാ ഇലാഹ ഉലാ എന്ന ഖുർആൻ പറഞ്ഞത്. ഇങ്ങോട്ടുമില്ല അങ്ങോട്ടുമില്ല. അതിൻ്റെ ആളാണോ ചോദിച്ചാൽ അതിൻ്റെ ആളാണ്, ഇതിൻ്റെ ആളാണോ ചോദിച്ചാൽ ഇതിൻ്റെ ആളാണ്. അതാ ലാ ഇലാഹ ഉലാ വലാ ഇലാഹ ഉലാ എന്നാണ് വിളിച്ചിട്ട് ഖുർആൻ പറഞ്ഞത്. ഓലീക്കുമില്ല ബലീക്കുമില്ല, നിഷ്പക്ഷനാണ്, ഒന്നുക്കുമില്ല. അങ്ങനത്തെ ആളുകൾ. നമുക്കൊരു നിലപാട് വേണം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ നിലപാട് വേണം. എന്തുണ്ടാകുമ്പോഴും അതിലൊക്കെ കയറി ഇടപെട്ട് അതിൻ്റെയൊക്കെ ആളാകാനല്ല, മറിച്ച് ദീനിൻ്റെ ആളുകളായി മാറുക, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകളായി മാറുക, യഥാർത്ഥ വിശ്വാസികളായി മാറുക എന്നുള്ളതാണ്. അപ്പോൾ മുനാഫിഖായ ആളുകൾക്ക് എന്നെ കിട്ടൂല. കാഫിറായ ആളുകളെക്കാൾ വലിയ ശിക്ഷ മുനാഫിഖായ ആളുകൾക്കാണ് കിട്ടുക എന്നാണ്. ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ എന്നാണ് ഖുർആൻ പറഞ്ഞത്. മുനാഫിഖീങ്ങളായ ആളുകൾ നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും എന്നുണ്ടാകുക. കാരണം മറ്റോരെ നമുക്ക് അറിയാലോ. പരിശുദ്ധ ഖുർആനിൻ്റെ തുടക്കം തന്നെ എടുത്ത് നോക്കിയാൽ മുനാഫിഖീങ്ങളെ കുറിച്ചാണ് ആദ്യമായിട്ട് ഇങ്ങനെ പറയണം, ഓലെ കുറിച്ച്. കാരണം എന്താ? മുനാഫിഖീങ്ങളായ ആളുകളെ നമ്മളെ അടിയിൽ നിന്ന് നമുക്ക് പണിയേരുന്ന ആൾക്കാരാണ്. കാഫിരീങ്ങളെ പിന്നെ നമുക്കറിയാം, ഓല് ശത്രുക്കളാണ്, ഓല് നമുക്കെതിരെ പാര ചെയ്യുന്നു നമുക്കറിയാം. പക്ഷെ മുനാഫിഖീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓല് നമ്മളെ ഇടയിൽ നമുക്കൊരാളായി നിൽക്കും, നമ്മുടെ രഹസ്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് കൊണ്ടുപോയി ചോർത്തി കൊടുക്കും, നമ്മുടെ കൂടെ എല്ലാത്തിനും ഉണ്ടാകും. എന്നാൽ പിന്നെ മറ്റോലെ ആളുവക്കാരം. ഇതാണ് മുനാഫിഖ് എന്ന് പറഞ്ഞാൽ, മനസ്സിലായല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള മുനാഫിഖീങ്ങളെ, കപട വിശ്വാസികളായ ആളുകൾക്ക് അതിൻ്റെ അടയാളങ്ങളൊക്കെ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ അതിലേക്കൊന്നും വിശദമായി കടക്കുന്നില്ല. സംസാരിച്ചാൽ കളവ് പറയുക, വിശ്വസിച്ചാൽ വഞ്ചിക്കുക, കരാറുകൾ ലംഘിക്കുക, അതുപോലത്തെ തമ്മാടിത്തരം പറയുക, ഈ വിഷയങ്ങളൊക്കെ മുനാഫിഖീങ്ങളായ ആളുകളുടെ അടയാളങ്ങളായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമതായിട്ട് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട മുറായികളായ ആളുകൾക്കും ഞാൻ ഹറാമാണെന്ന് സ്വർഗം വിളിച്ചു പറയുമെന്ന. എന്താണ് മുറായികളായ ആളുകൾ എന്ന് പറഞ്ഞാൽ? ശ്രദ്ധിക്കണേ, ആളുകൾ കാണുന്നതിന് വേണ്ടി അമലുകൾ ചെയ്യുന്ന ആളുകൾക്കാണ് മുറായികൾ എന്ന് പറയുക. ആരാധനകൾ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ചെയ്യുന്ന ആളുകളെയാണ് മുറാഖ് എന്ന് പറയുക. മനസ്സിലായില്ലേ? അത്രക്കാരായ ആളുകൾക്കും ഞാൻ നിഷിദ്ധമാണെന്ന് സ്വർഗം വിളിച്ചു പറയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് എങ്ങനെയായിരിക്കും നമ്മുടെ ആരാധന? സൂഫിയാക്കളായിരിക്കുന്ന നല്ല തത്വജ്ഞാനികളായ ആളുകളൊക്കെ അവരൊക്കെ പഠിപ്പിച്ചു തരുന്ന നിരവധി കാര്യങ്ങൾ. എങ്ങനെയായിരിക്കും നമ്മുടെ ആരാധനകൾ, ഏത് രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്? ചില ആളുകൾ പറയുന്നുണ്ടെന്നാണ്, ഒരാൾ തൻ്റെ ആരാധനകളിൽ ആട്ടിടയനേക്കാൾ അതവ് പാലിക്കണമെന്നാണ്. എന്താ ആട്ടിടയനേക്കാൾ അതവ് പാലിക്കുക പറഞ്ഞാൽ? ഓനൊരു കുന്നിൻ്റെ മേലെയെന്ന് വിചാരിച്ചോളി, നിസ്കാരത്തിൻ്റെ സമയമായി, ഓൻ്റെ ഒപ്പം ഉള്ളത് ആരാണ്? കുറച്ച് ആടുകളാണ്. ഓലടിയിൽ നിസ്കരിക്കുമ്പോൾ ഈ ആടുകൾ കണ്ടിട്ട് ഓനൊന്നിങ്ങനെ ആടുകളൊക്കെ തൊള്ളട്ട് പ്രശംസിക്കണം എന്ന് ഓൻ ആഗ്രഹിക്കൂലല്ലോ. അവൻ്റെ കൂടെ ആടുകളാണുള്ളത്. അപ്പോൾ ആടുകളുടെ ഇടയിൽ നിൽക്കുന്ന ആ ഒരു അതബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആടുകൾക്ക് അടുത്ത് വെച്ച് അവൻ നിസ്കരിക്കുന്ന സമയത്ത് ആ ആടുകൾ എന്നെ പ്രശംസിക്കണം എന്നൊരിക്കലും എന്താവില്ല, അവൻ ആഗ്രഹിക്കുമല്ലോ. അപ്പം എൻ്റെ ചുറ്റോറം നിൽക്കുന്ന ആൾക്കാരൊക്കെ ആടുകളാണെന്ന് എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ആരിൽ നിന്നും ഒരു പ്രശംസയും നമ്മൾ ആഗ്രഹിക്കാതിരിക്കുക. ഇപ്രകാരമൊക്കെ ചിന്തിച്ച ആളുകൾക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. ജനങ്ങൾക്കിടയിലാണെങ്കിലും ഏകാന്തതയിലും, മനസ്സുകൊണ്ട് ഏകാഗ്രത. ആളുകൾക്കിടയിൽ ജമാഅത്തായിട്ടാണ് നിസ്കരിക്കുന്നത്, അപ്പുറത്തപ്പുറത്തൊക്കെ ആളുകളുണ്ടാകും.
അപ്പോൾ ബേക്കിലൊരാൾ നിൽക്കുമ്പോൾ അല്ലേ, ഇനിയിപ്പോൾ ചിലപ്പോൾ നമ്മൾ പള്ളിക്ക് കയറി ചിലപ്പോൾ ബേക്കത്തെ സഫിലൊക്കെ ആൾക്കാർ ഇങ്ങനെ അല്ലെങ്കിൽ തൂണുമൊക്കെ ചാരി കുറച്ച് ആൾക്കാർക്കിടയിൽ അപ്പോൾ നമ്മളെ നിസ്കാരത്തിൽ വേറെ സ്റ്റൈല്, ഇനി വേറെ ആരുമില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്ന് നമ്മളെ നിസ്കാരം വേറൊരു സ്റ്റൈല്. ഈ രീതിയിലാകുന്നതിനെ തൊട്ട് പേടിക്കണം എന്നുള്ളതാണ് പറയണത്. ഈമാനു മറിയിൻ ലാ യകൂനു തകാമല ഹത്താ യറാനാ സംബിഇബിരിം മുസ്ലിലാ എന്നൊക്കെ മഹാന്മാർ പാടി വെച്ചിരിക്കുന്നതാണ്. ആരാധനകളൊക്കെ മനുഷ്യന്മാരൊക്കെ ഒട്ടക തുല്യരായിട്ട് കാണും എന്ന് പറഞ്ഞാൽ എൻ്റെ ആടുകളും ഒട്ടകങ്ങളൊക്കെ നാലോറങ്ങനെ മേഞ്ഞടക്കുന്നത് പോലെ ഓരോട് പെരുമാറണം പോലെ ആരാധനകളുടെ വിഷയത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ നിന്നൊന്നും പ്രശംസ നമ്മൾ എന്താക്കാതിരിക്കുക, ആഗ്രഹിക്കാതിരിക്കുക. അവരെ കാണുമ്പോൾ ആരാധനയുടെ വലിപ്പം കൂട്ടാതിരിക്കുക, അവരില്ലാത്തപ്പോൾ ആരാധനയുടെ വലിപ്പം കുറക്കാതിരിക്കുക. മനസ്സിലായല്ലോ? എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിന് വേണ്ടിയാണ്, നമ്മൾ ചെയ്യുന്നത് ആരെ ബോധിപ്പിക്കാനല്ല എന്നുള്ള ആ ഒരു ചിന്ത നമുക്കുണ്ടായിരിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ന് മാത്രമല്ല മഹാന്മാരായിരിക്കുന്ന ആളുകളൊക്കെ പറയുന്നുണ്ട്, ഇങ്ങനെ ഇഖ്ലാസ് ഇല്ലാതെ അമല് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സഞ്ചിയിൽ കല്ല് നിറച്ച് അങ്ങാടി കൂടെ നടക്കുന്നവനെ പോലെയാണ് എന്ന് പറഞ്ഞാൽ. എന്താ സഞ്ചിയിൽ കല്ല് നിറച്ച് അങ്ങാടി കൂടെ നടക്കുക പറഞ്ഞാൽ അങ്ങാടി എന്താല്ലേ അവൻ്റെ കീസിലെന്തോ കാര്യമായിട്ടുണ്ട്. ഇതതുപോലെയാണ് ഇഖ്ലാസ് ഇല്ലാതെ അമല് ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഓലെ സഞ്ചിയിൽ എന്തോ ഉണ്ട് കേട്ടോ, അവന് കാര്യമായിട്ട് അമല് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ എന്നൊക്കെ ആൾക്ക്. എന്നാൽ അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ഒരു വിലയില്ലാത്ത കല്ലുകളാണ് എന്നതുപോലെ വലിയ താടി, വലിയ തലയെക്കെട്ട്, നല്ല മുട്ടിൻ്റെയൊക്കെ മേലെ മുട്ടിനോട് അടുപ്പിച്ച് തുണിയൊക്കെ കയറ്റിയെടുത്ത് തസ്ബീഹുമാലൊക്കെ ഇങ്ങനെ പിടിച്ച് നടന്നിട്ട് കാര്യമില്ല. എന്തു വേണം? മനസ്സിൽ ഇഖ്ലാസ് ഇല്ലെങ്കിൽ ഈ രീതിയിലാണ് സഞ്ചിയിൽ കല്ല് നിറച്ച് ജീവിക്കുന്ന നടക്കുന്ന അങ്ങാടിയിലൂടെ നടക്കുന്ന ആളെ പോലെയാണ്. പുറമെ നിന്ന് നോക്കുന്ന ആളുകൾക്ക് തോന്നും, എന്തോ ഒരു വലിയ അമലാണ്, ഇത്രകാലം വലിയ സെഞ്ചിയാണോ അവൻ്റേത്, അതിലെന്തോ കാര്യമായിട്ടുണ്ട്. ഇപ്രകാരമാണ് ജനങ്ങളുടെ സംസാരത്തിന് വേണ്ടി, ജനങ്ങളുടെ അംഗീകാരത്തിന് വേണ്ടി അമല് ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ എന്ന് പറയുന്നത്. അല്ലേ? ഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അവന് ദുനിയാവിൽ ചെയ്ത വലിയ അമലുകൾ അതിൻ്റെ പ്രതിഫലമൊക്കെ കിട്ടുന്ന എഴുതിയിട്ട് അവനിങ്ങനെ വരും. ഖദിംനാ ഇലാ മാ അമിലൂ, അവർ പ്രവർത്തിച്ച കർമ്മങ്ങളിലേക്ക് നാം തിരിയും എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല അവർ ചെയ്ത പ്രവർത്തനങ്ങളിലേക്ക് തിരിയുന്നതാണ്. അതിന് പ്രതിഫലം കൊടുക്കണം, അതിന് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി അല്ലാഹു തആല തിരിയുകയും അതിന് ചിതറപ്പെട്ട ധൂളികളെപ്പോലെ ഹബാഅൻ മൻസൂറ, ഒന്നുമില്ല, കുറേ പൊടിയും പുകയും മാത്രം, അമലുകളൊന്നുമില്ല, ഈ രീതിയിലേക്ക് മാറും എന്നുള്ളത് നാം ഓരോരുത്തരും ഗൗരവമായി ശ്രദ്ധിക്കേണ്ടതും നമ്മുടെ അമലുകളിൽ നമുക്ക് വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതുമാണ്. മഹാനായിരിക്കുന്ന അബ്ദുല്ലാഹിബ്നു അബുൽ ലൈസ് സമർഖന്ദി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ കഴിയും, അമലുകൾ ചെയ്യുന്നതിനേക്കാൾ പ്രയാസമാണ് അതിനെ സംരക്ഷിക്കുക എന്നുള്ളത്. ചെയ്യാൻ പണിയൊന്നുമില്ല, പക്ഷേ ചെയ്യുന്ന അമലുകൾ സംരക്ഷിക്കുക. നോമ്പെടുക്കപ്പം എന്താ പണി? പ്രത്യേകിച്ചും കൂടുതലാതെ നോമ്പുകൾ പലിശക്ക് വീശും. ഒരു ദിവസമൊക്കെ ആദ്യത്തെ ദിവസമൊക്കെ ചിലപ്പോൾ ഒരു പ്രയാസമൊക്കെ ഉണ്ടാവും, ഇതുവരെ അല്ലാത്തൊരു ജീവിത ശൈലി തുടങ്ങല്ലേ. അപ്പോൾ ചിലപ്പോൾ ഒരു ചെറിയൊരു തലവേദനയ്ക്ക് ചിലപ്പോൾ വന്നു വരും. അത് കഴിഞ്ഞ് എന്താ പണി? ഒരു പണിയില്ല. ഗൾഫ് നാടുകളിലെ ആളുകൾക്കൊക്കെ നോമ്പുകാരാണ് സുഖം എന്നാണ് പറയണത്. ഇപ്പോൾ പണി കുറവ്, മറ്റ് കാര്യങ്ങളൊക്കെ കുറവ്, അവർ ഒരു പണിയില്ല, അമല് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. പക്ഷേ ആ അമലുകളെ സംരക്ഷിക്കലാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്നുള്ളതാണ്. കാരണം ഒരു പളുങ്ക് പാത്രം പോലെയാണ്, വളരെ പെട്ടെന്ന് തന്നെ അത് നമ്മുടെ കയ്യിൽ നിന്ന് തകർന്ന് അടിയും. അതിൽ ലോകമാന്യമോ ആളുകൾ കാണാനുള്ള ഉൾനാട്യമോ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് വളരെ ഗൗരവം, അതിനാണ് പണി എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകളൊക്കെ വലിയ അനുഗ്രഹങ്ങളാണല്ലോ നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത്. ആ ചെയ്തു തന്ന അമലുകളുടെയൊക്കെ പകരമായിട്ട് നമുക്ക് അല്ലാഹുവിന് ചെയ്തു കൊടുക്കാൻ ഒന്നും സാധിക്കില്ല. പകരമായിട്ടൊന്നും ചെയ്യാൻ നമുക്ക് സാധിക്കില്ലല്ലോ. ദുനിയാവിൽ ഒരു നിമിഷം പോലും നഷ്ടപ്പെടാത്ത ആരാധനകൾ ചെയ്തൊരു വ്യക്തി ഒരു സെക്കൻഡ് പോലും അയാൾ നഷ്ടപ്പെടുത്തിയിട്ടില്ല. എല്ലാ പോയിൻറ്റും അയാൾ ആരാധനകൾ നിർവഹിച്ചു. അങ്ങനെ ഒരാളെ നാളെ ഖിയാമത്തിൽ അല്ലാഹുവിൻ്റെ അടുക്കൽ കൊണ്ടുവരും. അങ്ങനെ പറയും, അള്ളാഹു പറയും എൻ്റെ ഔദാര്യം കൊണ്ട് ഇയാളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കൂ. അപ്പോൾ അയാൾ പറയും, കുറച്ചുകൂടെ ഞാൻ അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട്, ഒരു നിമിഷം പോലും ഞാൻ പാഴാക്കിയിട്ടില്ല, അത്രയും കഠിനമായി ആരാധന ചെയ്ത് എൻ്റെ ആരാധനകളുടെ വലിപ്പം കൊണ്ട് ഇതിനെ സ്വർഗത്തിൽ കടത്തണം എന്ന് പറയും. നിൻ്റെ ഔദാര്യം കൊണ്ടല്ല, ഞാൻ ചെയ്ത അമലുകളുടെ ആ വണ്ണവും വലിപ്പവും അതുകൊണ്ട് നീ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം. ആയിക്കോട്ടെ, എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ. ഞാൻ ചെയ്തു തന്ന
നിൻ്റെ ഏതെങ്കിലും ഒരു നിഅമത്തും നീ മൊത്തം ചെയ്ത അമലുകളും നമുക്കൊന്ന് തുലനം ചെയ്തു നോക്കുക. അങ്ങനെ അയാളുടെ ഒരു കണ്ണ്, ഒരേ ശരീരത്തിൽ നിന്നുള്ള ഒരേ ഒരു കണ്ണെടുത്തുകൊണ്ട് ഒന്ന് തുലനം ചെയ്യാൻ വേണ്ടി ഒരു ഭാഗത്തും അയാളുടെ ജീവിതം കൊണ്ട് ചെയ്ത മുഴുവൻ അമലുകൾ മറ്റൊരു ഭാഗത്തും വെക്കുമ്പോഴും ആ ഒരു കണ്ണിന് പോലും അതിൻ്റെ അടുത്തേക്ക് പോലും നമുക്കറിയാമല്ലോ, നമ്മുടെ അവയവത്തിൻ്റെയൊക്കെ ഒരു ഉപകാരം നഷ്ടപ്പെടുമ്പോഴോ നമുക്ക് രോഗം ബാധിക്കുമ്പോഴോ ഒക്കെയാണ് അതിൻ്റെ വലിപ്പം എത്രയാണ്, അല്ലെങ്കിൽ അതിൻ്റെ നിഅമത്ത് എത്രയായിരിക്കുന്നു പറയുമ്പോൾ ഒരു ചെറിയൊരു ചെറുവിരൽ ചിലപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് മടക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചതോ കാത്തുരക്ഷിക്കട്ടെ, എല്ലാ രോഗങ്ങളെ തൊട്ടും നമ്മയും ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ നമുക്കൊരു കുഴപ്പമില്ലാതെ നമുക്ക് അവയവങ്ങളൊക്കെ ഇളക്കാൻ പറ്റുന്നുണ്ട്, ഒക്കെ കഴിയുന്നുണ്ട്. ഒരു നമ്മുടെ ഒക്കെ ഏതാണ് നമ്മുടെ ശരീരത്തിൽ വേണ്ടാത്തത്? ഒന്നുമില്ലല്ലോ, ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ഏതെങ്കിലും നമുക്ക് ചിലപ്പോൾ എന്തിനാ ഈ ചെറുവിരൽ എന്തുണ്ടെങ്കിലും ഇപ്പോൾ കുടിച്ചാലോ എന്നെങ്ങനെ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ ചെറുവിരലൊന്ന് പണിമുടക്കിയാലേ നമുക്കതിൻ്റെ ഉപയോഗം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഒരു കൈക്കുഴ, അല്ലെങ്കിൽ ശരീരത്തിലുണ്ടാകുന്ന രോമങ്ങൾ, അല്ലെങ്കിൽ എന്തു വേണ്ട നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ്. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നാണ് ഖുർആൻ അല്ലാഹു തന്നെ പറഞ്ഞിരിക്കുന്നത്. അല്ലാഹു പരിശുദ്ധനായ അഹ്സനുൽ ഖാലിഖ്, ഏറ്റവും മനോഹരമായിട്ട് പടക്കുന്ന ആൾ, സൃഷ്ടിക്കുന്ന ആൾ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അഹ്സനുൽ ഖാലിഖീനാണ്. മറ്റൊരു നോക്കി നോക്കൂ, എന്ത് മനുഷ്യന്മാരിപ്പോൾ എന്തൊക്കെ ടെക്നോളജി എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇപ്പോൾ ഒരു പുതിയ ഒരു ഫോൺ വരുന്നുണ്ടെങ്കിൽ എന്താ വലിയ മാറ്റമൊന്നുമില്ല അല്ലേ? ഇപ്പോൾ പഴയ മോഡലും പുതിയ മോഡലും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇപ്പോൾ ഇതിൽ ഏതാ തിരിച്ചറിയാൻ പണിയില്ല. പക്ഷെ നോക്കി നോക്ക്, മനുഷ്യന്മാർ എത്ര ഉണ്ട് ഈ ലോകത്ത്, അത്രയും മനുഷ്യന്മാർ വ്യത്യസ്തം. എത്രയുണ്ടോ അത്രയും വ്യത്യസ്തം. ഒരു മരമെടുത്താൽ ആ മരത്തിലെ ഒരു പുളിമരമാണെങ്കിൽ അല്ലെങ്കിൽ ചെറിയ ഇലകളുള്ള മരമാണെങ്കിൽ അതിലത്തെ ഓരോ ഇലയും വ്യത്യസ്തം. ഓരോ മൃഗങ്ങളും വ്യത്യസ്തം. ആ മൃഗങ്ങളിലുണ്ടാകുന്ന വരയും കുറികളും, ഇപ്പോൾ ഒരു പുലിയും കടുവയൊക്കെ ആണെങ്കിൽ ഒരു പുലിയിലുണ്ടാകുന്ന മാർക്കുകളല്ല മറ്റൊരു പുലിയിലുണ്ടാകും, ഒരു കടുവയിലുള്ളതല്ല മറ്റൊന്നിലുള്ളത്. ഇങ്ങനെ ഓരോ ചരാചരങ്ങളും വ്യത്യസ്തമായിട്ട് പടക്കാൻ അല്ലാഹുക്കല്ലാതെ മറ്റാർക്കാൻ കഴിയുക. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. എന്നാൽ മനുഷ്യന്മാരുണ്ടാക്കിയത് നോക്കി നോക്കി നിങ്ങൾ. ഞങ്ങളാണ് വലിയ യുക്തിൻ്റെ ആളുകൾ എന്നൊക്കെ പറയുന്ന ആളുകൾ അല്ലേ, ഒരു AC 2 AC ഉണ്ടാക്കിയാൽ അവർക്ക് ഒരേ മോഡലേ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് കണ്ടാൽ നമുക്ക് വ്യത്യാസങ്ങളൊന്നും തിരിച്ചറിയാൻ സാധിക്കില്ല. ഇതാണ് മനുഷ്യരും അള്ളാഹുവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അള്ളാഹു തആല ഏറ്റവും മനോഹരമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ നിഅമത്തുകൾക്ക് തിരിച്ചു നൽകാൻ നമുക്ക് സാധ്യമല്ല. കാരണം അത്രയും വലുതാണ് അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ അവൻ നമുക്ക് ചെയ്തു തരുന്നത്. മഹാനായിരിക്കുന്ന ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കണ്ടു. അവിടുന്ന് കരയുകയാണ്. റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യബ്കി. റസൂലുള്ള കരയുന്നതായിട്ട് ഞാനിങ്ങനെ കണ്ടു. ഫഖുൽതു യാ റസൂലല്ലാഹ് മാ യുബ്കീക്, അല്ലയോ റസൂലേ നിങ്ങളെ എന്താണ് കരയിപ്പിച്ചതെന്ന് മഹാനായിരിക്കുന്ന ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ചോദിക്കുകയാണ്. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, തഖവ്വഫ്തു അലാ ഉമ്മതി അശ്ശിർക, എൻ്റെ ഉമ്മത്തിന് ഷിർക്ക് വന്നു പോകുമോ എന്ന് ഞാൻ പേടിക്കുന്നു എന്ന്. ഷിർക്ക് വരികേ, ബഹുദൈവ ആരാധന ആളുകളാകുമോ റസൂലേ? ഷിർക്കിന് നിങ്ങൾ ഞങ്ങളുടെ പേരിലൊക്കെ ഭയപ്പെടുന്നുണ്ടോ എന്ന് മഹാനായിരിക്കുന്നവർ ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞു, ലാ യഅ്ബുദൂന സനമൻ, അവരേതെങ്കിലും ഒരു ബിംബത്തിൻ്റെ അടുത്ത് പോയി, ആരാധനാ മൂർത്തികളുടെ അടുത്ത് പോയി അവർ ആരാധിക്കുമെന്നല്ല ഞാൻ പേടിക്കുന്നത്. വലാകിന്നഹും യുറാഊന ബിഅഅമാലിഹിം, പക്ഷേ അവർ അവരുടെ അമലുകളെ കൊണ്ട് മുറാഅത്ത്, ഞാൻ പറഞ്ഞല്ലോ ജനങ്ങൾ കാണിക്കാൻ വേണ്ടി, അല്ലാഹുവല്ലാതെ മറ്റുള്ള ആളുകൾ എൻ്റെ അമലുകളിൽ പങ്കാകുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവല്ലാതെ മറ്റു ചിലർക്ക് വേണ്ടി കാണാനോ കേൾക്കാനോ അവരുടെ പ്രശംസയ്ക്കോ വേണ്ടി ആളുകൾ ഇത്തരത്തിൽ അമൽ ചെയ്യുമെന്ന് ഞാൻ ഭയപ്പെടുന്നുവെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പേടിച്ച് നമ്മെ തൊട്ട് കരഞ്ഞു എന്നതാണ്. ഉമ്മത്തി ഉമ്മത്തി എന്നായിരുന്നല്ലോ അവിടുത്തെ അവസാനത്തെ മന്ത്രങ്ങൾ പോലും. നമ്മുടെ കാര്യം എന്താകും പടച്ചോനെ, എൻ്റെ ഉമ്മത്തിന് ഇതൊക്കെ ചെയ്യാൻ കഴിയോ, അവർക്ക് എന്താ ഉണ്ടാകുക, പ്രയാസം ഉണ്ടാകുക, ബുദ്ധിമുട്ടുണ്ടാകുക, ഇതായിരുന്നു റസൂലുള്ളാഹിന്റെ ചിന്ത. അവിടുന്ന് അത് ആലോചിച്ചുകൊണ്ട് കരഞ്ഞു എന്നുള്ളതാണ്. ഒരിക്കൽ പള്ളിയിൽ വെച്ചുകൊണ്ട് പെട്ടെന്ന് നിസ്കരിച്ചു പോകാൻ ശ്രമിച്ച ഒരു അറാബിയെ കണ്ടപ്പോൾ മഹാനായിരിക്കുന്ന അലിയാർ തങ്ങൾ തൻ്റെ ചാട്ടവാറുമായി ചെന്ന് അറാബിയോട് മടക്കി നിസ്കരിക്കാം, പോയി നിസ്കരിക്കടാ, എന്ത് നിസ്കാരം നിസ്കരിച്ചു, മഹാനവരോട് മടക്കി അയച്ചു എന്നുള്ളതാണ്. അറാബി രണ്ടാമത് സാവകാശം നിസ്കരിച്ച ശേഷം മഹാനായിരിക്കുന്ന അലിയാർ തങ്ങളോട് ചോദിച്ചു. അലിയാർ തങ്ങൾ ചോദിച്ചു, നിങ്ങൾ ആദ്യം നിസ്കരിച്ച നിസ്കാരമാണപ്പോൾ അത് രണ്ടാമത് നിസ്കരിച്ച നിസ്കാരമാണപ്പോൾ? ഇപ്പോൾ എന്ത് മട്ടുണ്ട് നിസ്കാരം?
ആദ്യം നിസ്കാരം നിസ്കരിച്ച് അതുകൊണ്ട് കുമ്പിട്ട് നീച്ചു അങ്ങനെയാണോ നിസ്കരിക്കുക? ഇപ്പോൾ നിസ്കരിച്ചപ്പോൾ കണ്ടോ ഒരു ഇതൊക്കെ അല്ലേ, എന്താണ് അല്ലേ? അപ്പോൾ അഅറാബിയായ മനുഷ്യൻ പറഞ്ഞാൽ ഊല, ഒന്നാമത്തതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, കാരണം അത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. രണ്ടാമത് നിങ്ങളെ പേടിച്ചിട്ടേ, മനസ്സിലായില്ലേ? ഒന്നാമത്തെ നിസ്കാരം അത് അള്ളാഹ്ക്ക് വേണ്ടിയായിരുന്നു. രണ്ടാമത്തത് ഹൗഫം മിന ദിറത്തീൻ, ചാട്ടവാറ് കൊണ്ടുള്ള അടിയെ പേടിച്ചിട്ടാണ് രണ്ടാമത്തെ നിസ്കാരം. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവർ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഇഖ്ലാസ് എവിടെ നിൽക്കുന്നു എന്നത് നാം ഓരോരുത്തരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും നമ്മുടെ ജീവിതത്തിൽ പരമാവധി ഇഖ്ലാസിനെ കൊണ്ടുവരികയും വേണം എന്നുള്ളതാണ്. മഹാനായിരിക്കുന്ന ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ട് തന്നെ സ്വഹാബികൾക്കൊക്കെ വളരെ താക്കീതായി കൊണ്ട് തന്നെ അവരുടെ അമലുകളൊക്കെ നിരീക്ഷിക്കുകയും മുത്തായ റസൂലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുഅ്മിനീങ്ങളുടെ മനസ്സറിയാൻ കഴിയും. എന്തുദ്ദേശം വെച്ചുകൊണ്ടാണോ? യുദ്ധത്തിൽ ഘോരമായി ശത്രുവിനോട് ഒരാൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ്, ഭയങ്കര യുദ്ധം. മുസ്ലിമീങ്ങളുടെ പക്ഷത്തു നിന്ന് ഒരാൾ ഭയങ്കരമായി യുദ്ധം ചെയ്ത് മുന്നേറുകയാണ്. എതിരിടാൻ വരുന്ന ശത്രുക്കളെയൊക്കെ കീഴ്പ്പെടുത്തിക്കൊണ്ട് സ്വഹാബികൾക്കൊക്കെ ഒരു ആശ്ചര്യവും ഒരു രോമാഞ്ചവും, എന്തൊരു ദീനിനു വേണ്ടി എന്തൊരു ധൈര്യമായിട്ടാണ് അയാൾ മുന്നേറുന്നത് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അയാൾ നരകത്തിൻ്റെ ആളാണ്. സ്വഹാബികൾക്ക് ആദ്യം പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം അവർ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണുന്നത് അദ്ദേഹം കഠിനമായി യുദ്ധം ചെയ്ത് അദ്ദേഹം ഇങ്ങനെ മുന്നേറുന്നതാണ്. അങ്ങനെ യുദ്ധമൊക്കെ അവസാനിച്ചു, പല ആളുകളും ഷഹീദായി ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഹബീബായ റസൂൽ ഈ പറഞ്ഞതിൻ്റെ പൊരുളെന്താണെന്ന് അന്വേഷിച്ചുകൊണ്ട് സ്വഹാബികൾ ഇറങ്ങിയെന്നാണ്. അങ്ങനെ കുറച്ചകലെ യുദ്ധഭൂമിയിൽ മുറിവേറ്റുകൊണ്ട് മരണത്തോട് മല്ലിടുകയാണ് ഈ മനുഷ്യൻ. വേദന സഹിക്കവയ്യാതെ തൻ്റെ വാള് ഭൂമിയോട് ഇങ്ങനെ കുത്തിപ്പിടിച്ച് അതിൻ്റെ മേലെ കടന്നയാൾ ആത്മഹത്യ ചെയ്തു. അതാണ് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ പ്രവചനം. എന്ന് പറഞ്ഞാൽ അയാൾ യുദ്ധം ചെയ്തിരുന്നത് ലികലിമത്തില്ലാഹിൽ ഉള്ളിയക്ക് വേണ്ടിയായിരുന്നില്ല, അള്ളാഹുവിൻ്റെ കലിമത്ത് ഉയരണം എന്നത്. ഞാൻ ജിഹാദിൻ്റെ കാര്യം പറയണത് അതാണല്ലോ ഏറ്റവും നമ്മുടെ കാഴ്ചയിൽ ഏറ്റവും പ്രയാസകരമായിട്ടുള്ളൊരു കാര്യം. അതുപോലും ഇത്തരത്തിൽ ഇഖ്ലാസിൻ്റെ കുറവ് പോലും ചോദ്യം ചെയ്യപ്പെടുമെങ്കിൽ നമ്മുടെ ഈ ചെറിയ നിസ്കാരങ്ങളും നമ്മുടെ ആരാധനകൾ പോലും ഒരാളുടെ ജീവനാണ് കൊടുത്തത്, അതുപോലും ഇത്തരത്തിൽ ഇഖ്ലാസിൻ്റെ പേരിൽ തട്ടിമാറ്റപ്പെടുമെങ്കിൽ നമ്മുടെ അമലുകൾ എത്രത്തോളം അതിലൊക്കെ ഗൗരവമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം മഹാനായ അബൂബക്കർ സിദ്ദീഖ് എന്നോരെ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി സമ്മേളിച്ചതിൻ്റെ ആമുഖത്തിൽ മഹാനായിരിക്കുന്ന ഉമർ തങ്ങൾ സംസാരിക്കുന്നുണ്ട്. മഹാനായിരിക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി ജനങ്ങളോട് കൽപ്പിക്കുകയും മഹാനായ ഉമർ തങ്ങൾ ചെയ്തു. ജനങ്ങൾ ബൈഅത്ത് ചെയ്ത ശേഷം മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടത്തിയ ഒരു പ്രസംഗമുണ്ട്, ലോകപ്രശസ്തമായ പ്രസംഗമാണത്. എന്താണ് സിദ്ദീഖുകളുടെ മഹത്വം? നമ്മളിങ്ങനെ കരുതുന്നത് ഉമർ എന്നൊരു ഭയങ്കര സിദ്ദീഖ് എന്നൊരു പാവം അങ്ങനെ കരുതും. അങ്ങനെയല്ല. ഒരാൾക്ക് ജലാലിയായ സ്വഭാവവും മറ്റൊരാൾക്ക് ജമാലിയായ സ്വഭാവമാണ്. രണ്ടും രണ്ട് രീതിയാണ്. ജമാലിയായ സ്വഭാവമുണ്ട്, ജലാലിയായ സ്വഭാവം ഉണ്ടാവും. മനസ്സിലായില്ലേ? ജലാലിയായ സ്വഭാവം എന്ന് പറഞ്ഞാൽ തിന്മ കാണുമ്പോൾ സഹിക്കാൻ കഴിയാത്ത, അത് കടക്കുകയാണെങ്കിൽ തസവൂഫിൻ്റെ വേറൊരു മേഖലയാണ്, ഞാൻ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. സിദ്ദീഖുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമർ തങ്ങൾ വരെയൊക്കെ ഒരു റസൂലൊന്നും അല്ലാത്തൊരു ലോകം കാണാൻ അവർക്ക് കഴിയില്ല. കാരണം ആ ഒരു ആനന്ദത്തിൽ അവരിങ്ങനെ ജീവിച്ചു പോകുക. എന്താ ഓരോ ജീവിതം തന്നെ എന്താ? രാവിലെ എഴുന്നേൽക്കണു, റസൂലുള്ളാഹിൻ്റെ കൂടെ സുബ്ഹി നിസ്കരിക്കും. എന്താ നാളത്തെ പ്ലാന്? രാവിലെ എഴുന്നേൽക്കണു, റസൂലുള്ളാഹിൻ്റെ ഒപ്പം പോയി പള്ളിക്ക് നിസ്കരിക്കണു. പിന്നെന്താ പ്ലാന്? റസൂലുള്ളാഹിൻ്റെ അധ്യാപനങ്ങൾ കേട്ടു, ഞാൻ എവിടേക്കെങ്കിലൊക്കെ പോകണമെങ്കിൽ റസൂലുള്ളാഹിൻ്റെ ഒപ്പം പോകണം. ഇങ്ങനെ റസൂലുള്ളാഹിൽ ചുറ്റിപ്പറ്റിയായിരുന്നു അവരുടെ ജീവിതം മുഴുവൻ. അതുകൊണ്ട് റസൂലുള്ള ഇല്ലാത്തൊരു കാലത്തെക്കുറിച്ച് ഒരിക്കൽ ചിന്തിച്ചിട്ട് തന്നെ അല്ല പോലെ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് റസൂലുള്ളാഹിൻ്റെ വഫാത്ത് കേട്ടപ്പോൾ മഹാനായിരിക്കുന്ന ഉമർ തങ്ങൾ അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിയും. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓനെ ഞാൻ വെട്ടെന്ന് പറഞ്ഞിട്ട് വാളെടുത്ത് മൂപ്പര് നടന്നെന്താ ഉൾക്കൊള്ളാൻ കഴിയണില്ല. പക്ഷെ മഹാനായ സിദ്ദീഖുകളുടെ പ്രത്യേകത എന്താ? അദ്ദേഹം ഇതൊക്കെ മുൻകൂട്ടി കണ്ടിരുന്നു എന്നാണ്. മനസ്സിലായില്ലേ? ഇനി ഒരു കാലത്ത് റസൂലുള്ളാഹി എന്ത് ചെയ്യും? വഫാത്താകും. അതായിക്കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകാൻ സാധ്യത. അപ്പോൾ ആ സമചിത്തതയോടുകൂടി ആ സാഹചര്യം കൺട്രോൾ ചെയ്തതാരാണ്? മഹാനായിരിക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കാരണം സ്വഹാബികളുടെയൊക്കെ ആ ഒരു അവരുടെയൊക്കെ മാനസികാവസ്ഥയൊക്കെ മാറി, അവരുടെയൊക്കെ സ്വന്തമായ അവരുടെ ആ ഒരു ഏറ്റവും ജീവിതത്തിലെ സുവർണ നിമിഷങ്ങൾ അസ്തമിച്ചു പോയി എന്നവർക്ക് അംഗീകരിക്കാൻ കഴിയണില്ല. റസൂലുള്ളാഹി അവരുടെ കൂടെ ഉണ്ടെങ്കിലും റസൂലിൻ്റെ കൂടെയുള്ള ഭൗതികമായ ആ ജീവിതം നിലച്ചുപോയി എന്ന് അംഗീകരിക്കാനും അത് ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നില്ല.
മഹാനായിരിക്കുന്ന സിദ്ദീഖ് വരുന്നുണ്ട് ആ പ്രസംഗം. അതായത് അങ്ങനെ സ്വഹാബികളെല്ലാവരും ചേർന്ന് മഹാനായിരിക്കുന്ന സിദ്ദീഖ് എന്നവരെ ബൈഅത്ത് ചെയ്തു. അങ്ങനെ ബൈഅത്ത് ചെയ്ത് ഖലീഫയായിട്ട് മഹാനായിരിക്കുന്ന സിദ്ദീഖ് എന്നവർ അവരോധിക്കപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയെന്നാണ്. അയ്യുഹന്നാസേ ജനങ്ങളെ, ഫഇന്നി ഖദ് ഉല്ലീതു അലൈക്കും, തീർച്ചയായിട്ടും നിങ്ങളുടെ മേൽ എന്നെ ഇതാ അധികാരം ഏറ്റെടുക്കപ്പെടുകയാണ്. വലസ്തു ബിഖൈരിക്കും, അദ്ദേഹത്തിൻ്റെ വിനയാണ്, നിങ്ങളെങ്ങാട്ടിലും നല്ലൊരു മനുഷ്യനൊന്നും അല്ല ഞാൻ, നിങ്ങളെപ്പോലെയുള്ള അല്ലേ, ബിഖൈരിക്കും, നിങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ഒരാളൊന്നും അല്ല ഞാൻ. അത് അദ്ദേഹത്തിൻ്റെ വിനയമാണ്. അഫ്ദലുൽ ബശരി ബഅദൽ അംബിയാഇ, മഹാനായ സിദ്ദീഖ് എന്നവരാണ്. അംബിയാക്കൾക്ക് ശേഷം മനുഷ്യരിൽ ഏറ്റവും സ്ഥാനമുള്ള ആൾ മഹാനായിരിക്കുന്ന സിദ്ദീഖ് എന്നവരാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണെന്ത്, ഞാൻ നിങ്ങളെക്കാൾ വലിയൊരു ഹൈറായ ആളൊന്നുമല്ല. ഫൈൻ അഹ്സൻതു ഫഅഇനുനി, അതുകൊണ്ട് ഞാൻ ഈ അധികാരം ഏറ്റെടുക്കാൻ പോവുകയാണല്ലോ, ഞാൻ നല്ലത് ചെയ്യുകയാണെങ്കിൽ ആ നല്ലതിൻ്റെ വിഷയത്തിൽ നിങ്ങൾ എന്നെ സഹായിക്കണം. ഇനി വൈൻ അസഅ്തു, ഞാനും മനുഷ്യനാണ്, എന്നിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറ്റാത്തത് നിങ്ങൾ കാണുകയാണെങ്കിൽ ഫഖവ്വിമൂനി, നിങ്ങൾ എന്നെ ശരിയാക്കണം, എന്നെ നിങ്ങൾ തിരുത്തണം. അല്ലേ, അസ്ദിഖു അമാനത്തുൻ, സത്യം എന്ന് പറയുന്നത് ഒരു അമാനത്താണ്, അത് നമ്മൾ സൂക്ഷിപ്പ് സ്വത്താണ്. അത് സത്യത്തെ യഥാവിധി കോട്ടം തെറ്റാതെ, പരിശുദ്ധ ദീനിൻ്റെ ആ കാര്യങ്ങളിൽ നിന്ന് കോട്ടം തെറ്റാതെ, എന്താ അമാനത്ത് എന്ന് പറഞ്ഞാൽ സൂക്ഷിപ്പ് സ്വത്ത്. നമ്മളൊരു യാത്ര പോവുകയാണെങ്കിൽ നമ്മൾ ഏൽപ്പിച്ചു അല്ലേ, ഇപ്പോൾ ഉദാഹരണം ഞാനൊരു ദൂരെ യാത്ര പോവുകയാണെങ്കിൽ ഞാൻ ആ യാത്രക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ കയ്യിലുള്ള സാധനം ഞാൻ ഒരാളെ ഏൽപ്പിക്കുകയാണ്. എന്താ ഏൽപ്പിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ തിരിച്ച യാത്ര കഴിഞ്ഞ് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, ആ സാധനം എനിക്ക് കേടുകൂടാതെ, അതാണ് അമാനത്ത് സ്വത്ത്, സൂക്ഷിപ്പ് സ്വത്ത് എന്ന് പറയാം. ശുദ്ധ സത്യസന്ധത ഇതുപോലെ അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ഒരു അമാനത്താണ്. മനുഷ്യരത് ഏറ്റെടുത്തു. ഇന്നാ അറൗനൽ അമാനത്ത് അലസ്സമാ, അല്ലേ, പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, ആകാശങ്ങളോടും ഭൂമികളോടൊക്കെ പർവ്വതങ്ങളോടൊക്കെ അള്ളാഹു തആല ചോദിച്ചു, ഈ അമാനത്തിനെ നിങ്ങൾ ഏറ്റെടുക്കണം. എന്താ അമാനത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ആ അമാനത്ത് സൂക്ഷിച്ചാൽ വലിയ പ്രതിഫലം കിട്ടും, അമാനത്ത് നഷ്ടപ്പെടുത്തിയാൽ അതിൻ്റെ ശിക്ഷയും കിട്ടും. അങ്ങനെ മനുഷ്യന്മാരെതിരെയായിട്ടുള്ള ഭൂമിയോടും ആകാശത്തോടും പർവ്വതങ്ങളോടൊക്കെ അള്ളാഹു തആല നിങ്ങൾ ഈ അമാനത്തിനെ ഏറ്റെടുക്കാൻ ചോദിച്ചപ്പോൾ ഓലൊക്കെ ഫഅബൈന അയ്യഹ്മിൽനഹ, പർവ്വതങ്ങളും ഈ കാണുന്ന മറ്റു സൃഷ്ടി ജരാചരങ്ങളൊക്കെ വിസമ്മതിച്ചു, ഞങ്ങളത് ഏറ്റെടുക്കൂല. കാരണം വലിയൊരു ദൗത്യമാണത്. ആ അമാനത്ത് വീഴ്ച വരുത്തി കഴിഞ്ഞാൽ വലിയ ശിക്ഷ കിട്ടും, എന്നാൽ നിറവേറ്റിയാലോ ബാക്കിയുള്ളവരെക്കാൾ വലിയ പ്രതിഫലം കിട്ടും. അങ്ങനെ ഫഹമലഹൽ ഇൻസാൻ, ആ അമാനത്തിനെ മനുഷ്യൻ ഏറ്റെടുത്തു. എന്നിട്ട് അല്ലാഹു തആല പറയേണ്ട ലാസ്റ്റ് അറിയോ, മനുഷ്യൻ ദലൂമുൻ ജഹൂലുമാണ്, മനുഷ്യൻ അക്രമി എന്ന് പറഞ്ഞാൽ എന്താ? അക്രമി എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് ചെയ്യേണ്ടതല്ലാത്ത രീതിയിൽ അതിനെ പെരുമാറുക. ഒരാളെ ഒരു സാധനത്തിന് വെക്കേണ്ടതിടത്തല്ലാത്ത വെക്കുന്നതിനൊക്കെ നമുക്ക് അക്രമം എന്ന് പറയാൻ പറ്റും. ഒരു സയ്യിദ് എന്നവർ നമ്മൾ സദസ്സിലേക്ക് കടന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ സയ്യിദന്മാരൊക്കെ പൊതുവേ നമ്മൾ മുന്നിൽ നിർത്തണം, മനസ്സിലായില്ലേ? അദ്ദേഹത്തെ പോയിട്ടുണ്ടോ ഈ ബേക്കിൽ കൊണ്ടിരുത്തി, അതൊരു അക്രമമാണ് എന്ന് വേണ്ട. ഒരു ആലിം അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടേണ്ട വെക്കേണ്ട സാധനത്തിന് വെക്കേണ്ടതല്ല, വദഉ ശൈഇ ഫീ ഗൈരി മഹല്ലിഹി, ഒരു സാധനത്തിന് വെക്കേണ്ടിടത്തല്ലാത്തടത്ത് കൊണ്ട് വെക്കണീനൊക്കെ നമുക്ക് അക്രമം എന്ന് പറയാൻ പറ്റുന്ന. അപ്പോൾ എന്തായാലും മഹാനായിരിക്കുന്ന സിദ്ദീഖ് എന്നവർ പറഞ്ഞു, അസ്ദിഖു അമാനത്തുൻ വൽ കദിബു ഖിയാനത്തുൻ, കളവ് എന്ന് പറയുന്നത് വഞ്ചനയാണ്. വല്ലഈഫു ഫീകും ഖവിയ്യുൻ ഇൻദി, മഹാനായ സിദ്ദീഖ് എന്നവർ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ബലഹീനരായ ആളുകൾ അവരാണ് എൻ്റെ അടുക്കൽ ഏറ്റവും വലിയ ശക്തരായ ആളുകൾ. കാരണം ബലഹീനരായ ആളുകൾക്ക് അല്ലാഹുവിൻ്റെ അടുക്കൽ വലിയ സഹായവും, മിസ്കീന്മാരായിരിക്കുന്ന ദരിദ്രരായിരിക്കുന്ന പാവപ്പെട്ടവരായിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്ഥാനം അല്ലാഹുവിൻ്റെ അടുക്കലുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ പാവപ്പെട്ട ബലഹീനരായ ആളുകൾക്കാണ് എൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളത്. ഹത്താ അരീഹ അലൈഹി ഹഖ്ഖഹു ഇൻഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുമെങ്കിൽ ആ ബലഹീനരുടെ അവകാശങ്ങളെ അവരിലേക്ക് ഞാൻ എന്ത് ചെയ്യും, വീട്ടി കൊടുക്കും എന്നുള്ള, അവർക്ക് റാഹത്ത് ചെയ്തു കൊടുക്കും ഇൻഷാ അല്ലാഹ്. ഇനി വൽ ഖവിയ്യു ഫീകും ലഈഫുൻ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ശക്തരായ ആളുകൾ അവർ എൻ്റെ അടുക്കൽ ലഈഫാണ്. അങ്ങനെ ഹത്താ ആഖുദു അൽ ഹഖ് മിൻഹു ഇൻഷാ അല്ലാഹ്, ആ ശക്തരായ ആളുകളിൽ നിന്ന് ഞാൻ അവരുടെ പാവപ്പെട്ടവർക്കുള്ള അവകാശങ്ങളൊക്കെ ഞാൻ പിടിച്ചു വാങ്ങും എന്ന് പറഞ്ഞാൽ എന്താണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ പൊരുൾ? അങ്ങനെ അധികാരം ഏറ്റെടുക്കുമ്പോൾ നടത്തുന്ന പ്രസംഗമാണ് അല്ലേ? നമ്മൾ കണ്ടൊരു മന്ത്രിമാരൊക്കെ അധികാരം ഏറ്റെടുക്കുമ്പോൾ സത്യപ്രതിജ്ഞയൊക്കെ ചെയ്യുന്നത് പോലെ മഹാനായിരിക്കുന്ന സിദ്ദീഖ് എന്നവർ എഴുന്നേറ്റ് പറയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ബലഹീനരും ദുർബലരുമായിരിക്കുന്ന ആളുകൾ അവർക്കായിരിക്കും എൻ്റെ അടുത്ത് കൂടുതൽ സ്ഥാനം. ഓല കാര്യമൊക്കെ ഞാൻ കാര്യമായിട്ട് നോക്കുക, ഇൻഷാ അല്ലാഹ് ഓരോ വിഷയങ്ങളൊക്കെ ഞാൻ റാഹത്താക്കി കൊടുക്കും. ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ ശക്തരും ധനികരും ആരോഗ്യക്കുള്ള ആളുകളുണ്ടാകും, ഓലത് ഞാൻ ചിലപ്പോൾ അങ്ങനെ ഓലടുക്കൽ ഓൽക്ക് മറ്റോലെ കഴിഞ്ഞിട്ട് ഓലടുത്തിൻ്റെ സ്നാനുള്ളൂ, ഓലടുത്ത് മറ്റവർക്കുള്ള അവകാശങ്ങളൊക്കെ ഞാൻ ഓലടുത്ത് നിന്ന് വാങ്ങിക്കൊടുക്കും ഇൻഷാ അല്ലാഹ്.
അത്തീഊനി, എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇതാണ് നമ്മുടെ പോയിന്റ്, ഇഖ്ലാസുമായി ബന്ധപ്പെട്ട പോയിന്റ്. അത്തീഊനി മാ അതഅതുല്ലാഹ വറസൂലഹു, അള്ളാഹി റസൂലിനെ ഞാൻ വഴിപ്പെടുന്ന കാലത്തോളം നിങ്ങൾ എന്നെ വഴിപ്പെടണം. അധികാരങ്ങൾ കേട്ടുമ്പോൾ ഇനിയിപ്പോൾ ഞാൻ തന്നെ, ഇനിയിപ്പോൾ വേണ്ടവരൊക്കെ എൻ്റെ അടുത്ത് വരട്ടെ, ഈ രീതിയല്ല. അള്ളാഹി റസൂലിനെ ഞാൻ വഴിപ്പെടുന്ന കാലത്തോളം നിങ്ങൾ എന്നെയും വഴിപ്പെടണം. ഫൈദാ അസൈതുല്ലാഹ വറസൂലഹു ഫലാ ത്വഅത ലി അലൈക്കും, അള്ളാഹി റസൂലിന് എതിരായിട്ട് ഞാൻ എന്ത് ഏത് വാപ്പയാണെങ്കിലും, മനസ്സിലായില്ലേ, അള്ളാഹി റസൂലും പറഞ്ഞതിനെതിരായിട്ട് ചെയ്യുകയാണെങ്കിൽ ഏത് വലിയ ആളാണെങ്കിലും നിങ്ങൾ എന്നോട് വഴിപ്പെടണ്ട. മഹാനായിരിക്കുന്ന സിദ്ദീഖ് എന്നവരാണ് പറയണത്. അള്ളാഹു റസൂല് എതിരായിട്ട് എല്ലാ തോന്നിയാസം ചെയ്യുക, എന്നിട്ട് പിന്നെ മൂപ്പർക്ക് എല്ലാ സ്ഥാനത്തും നമ്മൾ നിൽക്കും വേണം. അപ്പോൾ അത്തരത്തിലുള്ള സ്വഭാവം ഞാൻ വെച്ച് ഉറപ്പിക്കില്ല. മഹാനായിരിക്കുന്ന സിദ്ദീഖ്, ഞാൻ അങ്ങനെ അള്ളാഹും റസൂലും എതിരായിട്ട് ഞാൻ ചെയ്യുന്നെങ്കിൽ ഫൈദാ അസൈതുല്ലാഹ വറസൂല ഫലാ ത്വഅത ലി അലൈക്കും, നിങ്ങളിൻ്റെ മേൽ വഴിപ്പെടേണ്ടതില്ല എന്ന് മഹാനായിരിക്കുന്ന സിദ്ദീഖ് എന്നവർ അവിടെ. അപ്പോൾ അവരുടെയൊക്കെ നിഷ്കളങ്കതയും ഇഖ്ലാസും, അവരെത്രത്തോളം അള്ളാഹുവിനെ ഭയപ്പെടുന്നു. കാരണം വലിയൊരു ദൗത്യമാണ് ഖിലാഫത്തിനെ ഏറ്റെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ള വലിയ സൂക്ഷ്മത അവർ ചെയ്യുമായിരുന്നു. മഹാനായിരിക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു അബീ സക്കരിയ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബലഗനി അന്ന റജുല ഇദാ റആ ബിശൈഇൻ മിൻ അമലിഹി അഹബത മാ ഖബ്ല ദാലിക, മഹാനവറുകൾ പറയണം, ഒരാൾ തന്നെ അമല് കൊണ്ട് റിയാ കാണിച്ചാൽ അതിനു മുമ്പുള്ള കർമ്മങ്ങളെല്ലാം അവൻ പൊളിച്ചു കളഞ്ഞിരിക്കുന്നു എന്നെനിക്ക് വിവരം കിട്ടി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പുള്ള ആ ഒരു അമല് മാത്രമല്ല, അതിന് മുമ്പുള്ള അമലുകൾ വരെ അത് പൊടിക്കപ്പെടാൻ കാരണം കാത്ത് രക്ഷിക്കുമാറാവട്ടെ. മഹാരഥന്മാർ അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ സൂക്ഷ്മതയാണ് കേട്ടോ ഇത്തരത്തിൽ മഹത്തുക്കൾ പറയുന്ന നിരവധി കാര്യങ്ങൾ. മഹാനായിരിക്കുന്ന അബ്ദുൽ മാലിക് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ആമിർ ഇബ്നു അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഏറ്റവും മഹത്തമുള്ള കർമ്മമായി നിങ്ങൾ മരിച്ചു ചെന്ന്, മഹാന്മാരുടെ സ്വപ്നം എന്ന് പറയുന്നത് സത്യമാണ്. ആ രീതിയിൽ സ്വപ്നത്തിൽ അദ്ദേഹത്തെ ദർശിച്ചപ്പോൾ ചോദിച്ചു, നിങ്ങൾ മരിച്ചു ചെന്നപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള ഏറ്റവും മഹത്തമുള്ള കർമ്മമായി താങ്കൾ എത്തിച്ചത് എന്താണ്? അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഉപകാരമുണ്ടായ അമൽ ഏതാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മറുപടി കൊടുത്തു എന്ന അയ്യല്ല അമാലി വജത അഫ്ദൽ ഖാലമ ഉരീദു ബിഹി വജ്ഹല്ലാഹ്, അള്ളാഹിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞ കാര്യങ്ങൾ. രാത്രി എഴുന്നേറ്റ് മറ്റൊരു മഹാൻ പറയുന്നത് കേൾക്കാം, എനിക്ക് ജീവിതത്തിൽ ഞാൻ ചെയ്തതൊന്നും വലിയ ഉപകാരമൊന്നും പെട്ടില്ല, പക്ഷേ രാത്രി ഞാൻ എഴുന്നേറ്റ് നിന്ന് നിസ്കരിച്ച നിസ്കാരങ്ങൾ, അത് തഹജ്ജുദിന് ഇത്രയും വലിയ പുണ്യം ഉണ്ടാകാൻ കാരണം എന്താ? തഹജ്ജുദ് നിസ്കാരമാണല്ലോ. എന്താ തഹജ്ജുദ് നിസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരത്തിലാണ് തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്നത്. ഇപ്പോഴൊക്കെ നമുക്ക് റമദാനിൻ്റെ ഏതായാലും നമ്മൾ അത്താഴത്തിന് എഴുന്നേൽക്കും. ആ അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ അതിൻ്റെ കൂടെ നിന്ന് നിസ്കരിക്കാൻ വലിയ പ്രയാസമുള്ള കാര്യമില്ല, മനസ്സിലായല്ലോ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നമ്മുടെ തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് നമ്മൾ വിത്തറൊക്കെ നിസ്കരിച്ച് നമ്മൾ കടന്ന് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് അത്താഴത്തിന് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ടൊക്കെ നമ്മൾ തഹജ്ജുദിൻ്റെ 2 റക്അത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ വലിയ പുണ്യമുള്ളതാണ്. ഭാരതന്മാർ പല ആളുകളും ഇത്തരത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അവർക്കൊക്കെ ഏറ്റവും അവരുടെ ജീവിതത്തിൽ ഉപകാരപ്പെട്ടത് രാത്രിയിൽ നിസ്കരിച്ച ഇത്തരത്തിലുള്ള ചില നിസ്കാരങ്ങൾ. കാരണം അത് മുഅ്മിനിന് മാത്രമേ കഴിയൂ, ബാക്കി ആൾക്കാരൊന്നും കാണാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കടക്കയിൽ നിന്ന് നീച്ച് വുളൂ ഒക്കെ എടുത്ത് വന്ന് 2 റക്അത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ ആ ഈമാനിൻ്റെ ആ ഒരു കാഠിന്യമുള്ള ആളുകൾക്ക് മാത്രമേ അത് കഴിയൂ എന്നുള്ളതാണ്. അൽ മുനാഫിഖുല്ലദീ ഇദാ സ്വല്ലാ റആ ബിസ്വലാത്തിഹി വൈദാ ഫാത്തതുഹു ലം യഅ്സ അലൈഹാ വയംനഉ സകാത്ത മാലിഹി എന്ന് മഹാനായിരിക്കുന്ന ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. നിസ്കാരം കൊണ്ട് ലോകമാന്യം കാണിക്കുകയും അത് നഷ്ടപ്പെട്ടതിൻ്റെ മേൽ വിഷമിക്കാതിരിക്കുകയും സകാത്ത് നൽകാതിരിക്കുകയും ചെയ്യുന്നവനാണ് മുനാഫിഖ്. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അമലുകളിലൊക്കെ പറയുകയാണെങ്കിൽ ഇഖ്ലാസിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അശ്രദ്ധമായി കൊണ്ട് ചെയ്യുന്ന ഒരുപാട് തിരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് അല്ലാഹു തആല നല്ല രീതിയിൽ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താനും ഖാലിസായ നിലക്ക് റഹ്മാന റബ്ബിനെ ആരാധിക്കുവാനും നമ്മുടെ ബാധ്യതകളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ വീട്ടി. കാരണം അറിയാലോ മരണങ്ങളൊക്കെ എത്ര പെട്ടെന്നാണ്. ഇപ്പോൾ നമ്മുടെ മഹലിലടക്കം പ്രദേശത്തും അറിയുന്ന ആളുകൾ ഇങ്ങനെ ചെറുപ്പക്കാരായ ആളുകൾ പ്രായഭേദമന്യൊന്നുമില്ല ഇപ്പോഴാണ് പോണത് അറിയില്ല. അല്ലാഹു തആല എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും ആകസ്മികമായ മരണങ്ങളെ തൊട്ടും ഒക്കെ നമ്മളെയും ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രത്യേകിച്ചും നമ്മുടെ പ്രവാസികളായ സങ്കടകരമാണല്ലോ അവരുടെ കാര്യം. നമ്മൾക്ക് പോറ്റാൻ വേണ്ടി നമ്മളെ തീറ്റി പോറ്റാൻ വേണ്ടി വിദേശ നാടുകളിലേക്കൊക്കെ പോയി അവിടെ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കുടുംബത്തെ ഒന്ന് കാണാൻ കഴിയാതെ മരണസമയത്ത് ഒരല്പം ആശ്വാസമായി ചേർന്ന് നിൽക്കാൻ കഴിയാതെ ഇത്തരത്തിലൊക്കെ മരണപ്പെടുന്ന ആളുകൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ.
നമ്മളെയൊക്കെ ബന്ധപ്പെട്ട നിരവധി ആളുകൾ അത്തരത്തിൽ ജോലി അവർക്ക് അള്ളാഹു സംരക്ഷണം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ പുരോഗതിയും അഭിവൃദ്ധിയും അവരുടെയൊക്കെ സമ്പത്തിലും കുടുംബത്തിലും മക്കളിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായിരിക്കുന്ന റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അവരെയും നമ്മെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാല ജീവിതം അവൻ്റെ പൊരുത്തത്തിനും സന്തോഷത്തിലുമാക്കി തീർക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ചെറുതായിട്ടും തുറന്ന് നമ്മൾ പിരിയാണ്. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين.